നമസ്തേ, ഞാൻ VS കൃഷ്ണരാജ്. എല്ലാ പ്രേക്ഷകർക്കും പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 2 ശനിയാഴ്ചയാണ്. കൊല്ലവർഷം 1200-ാം ആണ്ട്, കർക്കിടകം 17, വിശാഖം നക്ഷത്രമാണ്. ഇന്നത്തെ രാഹുകാലം രാവിലെ 10:24 മുതൽ 10:27 വരെയാണ്. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങി 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,424ാമത്തെ ദിവസമാണ്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1200-ാം ആണ്ട്, കർക്കിടക മാസം 17-ാം തീയതിയാണ്. ശകവർഷക്കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 11-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 2-ാം തീയതിയാണ്. ഇപ്പോൾ ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ അഷ്ടമി തിഥി ആണ് ഉദയത്തിനുള്ളത്. അത് 7:23 വരെയുള്ള സമയത്താണ് അഷ്ടമി തിഥി വരുന്നത്. അതിനുശേഷം നവമി തിഥിയായിരിക്കും. കരണം വരുന്നത് സിംഹകരണമാണ്. നിത്യയോഗം ശുഭനാമ നിത്യയോഗമാണ്. ഉദയത്തിന് നാൾ വരുന്നത് വിശാഖം നാളാണ്. ഞാറ്റുവേല പൂയം ഞാറ്റുവേല തന്നെയാണ്. ഇന്ന് ദിവസം ശനിയാണ്. ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17:52 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:42:28 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 24 മിനിറ്റ് 36 ആണ്. ഈ ദിനമാനം പകലിൻ്റെ ദൈർഘ്യത്തിനാണ് പറയുന്നത്. അത് ഇപ്പോൾ ക്രമേണ പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്ന കാലമാണ്. രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 9:24 മുതൽക്ക് 10:57 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 6:17 മുതൽക്ക് 7:50 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് 2:03 തുടങ്ങി 3:36 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്തതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മീനക്കൂറുകാർക്കാണ്. പൂരൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദിവസമല്ല. പ്രധാനപ്പെട്ട യാത്ര മുതലായിട്ടുള്ളവ ഇന്ന് അവർ വർജിക്കേണ്ടതാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:06 മുതൽക്ക് 12:28 വരെയും, തുറന്ന് 4 മിനിറ്റ് മധ്യത്തിലെ സന്ധി ഉപേക്ഷിച്ച് 12:32 മുതൽക്ക് 12:54 വരെയുമാണ്. 12:28 മുതൽക്ക് 12:32 വരെയുള്ള സമയത്ത് പൊതുവെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും വളരെ അത്യാവശ്യമായിട്ട് മുഹൂർത്തം നോക്കാതെ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തം തിരഞ്ഞെടുക്കാറുണ്ട്. ഇന്ന് വിശാഖം നക്ഷത്രമാണ്. കൃഷി കാര്യങ്ങൾക്ക്, അതുപോലെ പുതിയ വസ്ത്രം ധരിക്കുക, ക്ഷേത്ര വാസ്തു നിർമ്മാണ കാര്യങ്ങൾ, വിത്ത് വിതയ്ക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും മറ്റ് മംഗളകർമ്മങ്ങൾക്കൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. എന്നാൽ ഉദയ സമയത്ത് 7:23 വരെയുള്ള സമയത്ത് അഷ്ടമി ആയതുകൊണ്ട് തിഥി അഷ്ടമിയായിട്ടാണ് എടുക്കുക. അത് ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ല. നൃത്തം, അതുപോലെ പുതിയ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ശില്പ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ശസ്ത്രധാരണം, യുദ്ധം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അഷ്ടമി വിധിച്ചിട്ടുള്ളത്. ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. തുടർന്ന് വരുന്ന നവമി തിഥിയാണെങ്കിലും 7:23 ശേഷം നവമി തിഥിയാണ്. ആ നവമി തിഥിയും ഇങ്ങനെയുള്ള ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്ത ദിവസമാണ്. എല്ലാവർക്കും നമസ്കാരം. ഇനി പ്രധാന വാർത്തകൾ നോക്കാം. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ബിലാസ്പൂർ NIA കോടതി പരിഗണിക്കും. പ്രോസിക്യൂഷൻ നിലപാട് നിർണായകം. ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തുവെന്നത് അവാസ്തവമെന്ന് BJP. കേരള സർവകലാശാലയിൽ നടപടി കടുപ്പിച്ച് VC. സിൻഡിക്കേറ്റ് റൂം പൂട്ടി. യോഗം ചേരുമ്പോൾ മാത്രം തുറന്നാൽ മതിയെന്ന് നിർദ്ദേശം.
ജീവനക്കാർക്ക് സുരക്ഷ വേണമെന്ന് DGPക്ക് രജിസ്ട്രാറുടെ പരാതി. ജനം ബ്രേക്കിംഗ്. കലാഭവൻ നവാസിന് അന്ത്യാഞ്ജലി. പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. ഉച്ചകഴിഞ്ഞ് കലാഭവനിൽ പൊതുദർശനം. മരണം ഹൃദയാഘാതം മൂലമെന്ന് നിഗമനം. സിനിമാ കോൺക്ലേവിന് തലസ്ഥാനത്ത് ഇന്ന് തുടക്കം. സംസ്ഥാന സർക്കാർ ലക്ഷ്യം ചലച്ചിത്ര നയരൂപീകരണം. പരാതി പരിഹാര സംവിധാനത്തിൽ ചർച്ച. മോഹൻലാലും സുഹാസിനിയും മുഖ്യാതിഥികൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. അൽമുക്താദിർ തട്ടിപ്പിൽ കണ്ണടച്ച് സംസ്ഥാന സർക്കാർ. ജ്വല്ലറിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ തെളിഞ്ഞിട്ടും നടപടിയില്ല. 2000 കോടി വെട്ടിച്ചെന്ന് പ്രാഥമിക നിഗമനം. റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്ക. തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ മുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ നിർദ്ദേശം നൽകി ട്രംപ്. നീക്കം റഷ്യൻ ദേശീയ സുരക്ഷാ കൗൺസിൽ ഉപാധ്യക്ഷന്റെ സമൂഹമാധ്യമ പോസ്റ്റിന് പിന്നാലെ. ഓവൽ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇംഗ്ലണ്ട് 247 ഓൾ ഔട്ട്. മുഹമ്മദ് സിറാജിനും പ്രസിദ്ധ് കൃഷ്ണയ്ക്കും 4 വിക്കറ്റ്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 2 വിക്കറ്റിന് 75 റൺസ്. ജയ്സ്വാളിന് അർദ്ധ സെഞ്ചുറി. വാർത്തകളിലേക്ക് വിശദമായി. ഇന്നലെ രാത്രി ചോറ്റാനിക്കര ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടൻ കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് ശേഷം കലാഭവനിൽ പൊതുദർശനം ഉണ്ടാകും. 51-കാരനായ നടൻ ഹൃദയാഘാതം മൂലം മരിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. നടി രഹ്നയാണ് ഭാര്യ. 3 മക്കളുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, വളരെ ആകസ്മികമായി ഒരുപക്ഷെ ഈ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലേക്ക് നോക്കുമ്പോൾ 6 മണിക്കൂർ മുന്നേ ഫേസ്ബുക്കിൽ ആക്റ്റീവായിരുന്നു എന്നാണ് കണ്ടത്. അതായത് വളരെ ആകസ്മികമായ ഒരു മരണം. അത് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ് അടുപ്പമുള്ളവർക്ക്, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും വലിയ ഒരു ഞെട്ടൽ അല്ലെങ്കിൽ ആകസ്മികമായ മരണം തന്നെയാണ് കലാഭവൻ നവാസിന് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അസുഖബാധിതനോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളോട് മല്ലിടുന്ന സ്ഥിതിയിലോ ഒന്നുമായിരുന്നില്ല. വളരെ പെട്ടെന്ന് ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അത് സിനിമ ലോകത്തിനാണെങ്കിലും ഒപ്പം തന്നെ മലയാള പ്രേക്ഷകർക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ളവർക്കും ബന്ധുക്കൾക്കും എല്ലാം തന്നെ ആ ഒരു വിയോഗം ഇപ്പോഴും സഹിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി. ആ ഞെട്ടലിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പോലും സജീവമായിരുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ കാത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് എന്നത് തന്നെയാണ് അതിലേറ്റവും വലിയൊരു ആകസ്മികത എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ ചോറ്റാനിക്കരയിലെ റൂമിൽ കാണുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിൽ കാണുന്നത്. അദ്ദേഹം ഷൂട്ടിംഗ് തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 3 ആഴ്ചയോളമായി ചോറ്റാനിക്കരയിലായിരുന്നു. അതിനുശേഷം 2 ദിവസത്തെ ഒരു ഇടവേള, ഷൂട്ടിങ്ങിന് ചെറിയൊരു ഗ്യാപ്പ് ലഭിച്ചു. അതിനിടയ്ക്ക് താൻ വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞ് പോയതാണ്. റൂം വെക്കേറ്റ് ചെയ്യുകയാണ് എന്ന കാര്യം റൂം ബോയിയെയും ഒപ്പം തന്നെ റിസപ്ഷനിലും അറിയിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് റൂമിലേക്ക് പോയി വീണ്ടും തിരിച്ചു വരാത്തത് കണ്ട് ഏറെ വൈകിട്ടും തിരിച്ചു വരാത്തപ്പോഴാണ് മുകളിലേക്ക് അന്വേഷിച്ച് ചെല്ലുന്നത്. ആ സമയം അദ്ദേഹം നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. ആ സമയത്ത് പോലും ജീവനുണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക്, ചോറ്റാനിക്കരയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. ഇതിനിടയിലാണ് മരണം സംഭവിച്ചത്. ഇങ്ങനെ സംഭവിച്ച അല്ലെങ്കിൽ അദ്ദേഹം വീണ് കിടക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്ന മറ്റ് സഹപ്രവർത്തകർ, അവരിൽ പലരും ഇതുപോലെ തന്നെ ചെറിയൊരു ഇടവേള ലഭിച്ചപ്പോൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു സംഭവം അവർ അറിയുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും ആശുപത്രിയിലേക്കും ഒപ്പം തന്നെ
ഈ ഒരു ഹോട്ടൽ റൂമിലേക്കും എല്ലാം തന്നെ ആയി എത്തി. നിരവധി ആളുകളായിരുന്നു അദ്ദേഹത്തെ കാണാൻ എത്തിയത്. നടൻ ദിലീപ് അടക്കമുള്ള ആളുകൾ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിന് ഈ ഒരു വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ട് എത്തിയിരുന്നു. കാരണം അവർക്കെല്ലാം പറയാനും ഓർക്കാനുമെല്ലാം ഏറെക്കാലം സഹപ്രവർത്തകരായി ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ, കാരണം മിമിക്രിയിലൂടെ രംഗത്ത് വന്നു, കലാഭവനിലൂടെ രംഗത്ത് വന്നു. ആദ്യഘട്ടങ്ങളിൽ സ്റ്റേജ് ഷോകളിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് എങ്കിൽ പിന്നീട് കഥാപാത്രങ്ങൾ, അത് ചെറുതോ വലുതോ എന്നതല്ല, പക്ഷേ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഏതായാലും അത് ശ്രദ്ധിക്കപ്പെടുന്നതാണ്, ആളുകൾ എന്നും ഓർത്തിരിക്കുന്നതാണ്, മനസ്സിൽ തങ്ങുന്നതാണ് അത്തരം കഥാപാത്രങ്ങൾ എന്നത് തന്നെയാണ് കലാഭവൻ നവാസിനെ എന്നും വ്യത്യസ്തനാക്കിയത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ കഥാപാത്രം പറയുന്ന വ്യത്യസ്തമായ ഒരു ഡയലോഗ് എല്ലാം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കലാകാരനാണ് ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ ഒരു നഷ്ടമുണ്ടായിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് അത് വലിയ നഷ്ടമാണ്. ഒപ്പം തന്നെ മിമിക്രി കലാകാരന്മാരുടെ രംഗത്താണെങ്കിലും എല്ലാം തന്നെ വളരെ സജീവമായി അത്തരത്തിൽ 92-93 കാലത്ത് മിമിക്രിയിലൂടെ രംഗത്ത് വന്ന് വളരെ പെട്ടെന്ന് തന്നെ ആളുകളുടെ മനസ്സിൽ, അന്ന് സ്റ്റേജ് ഷോകൾ കാണാനെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് പ്രോഗ്രാമുകൾക്കും വിദേശ ഷോകൾക്കും എല്ലാം തന്നെ അതിൻ്റെ എല്ലാം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അന്ന് തന്നെ വലിയൊരു ആരാധകർ കലാഭവൻ നവാസിനുണ്ടായിരുന്നു. പിന്നീട് സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ലഭിച്ചു. ഈ അടുത്ത കാലത്തായി കുറച്ചു നാൾ മുമ്പ് അദ്ദേഹം സിനിമയിൽ സജീവമല്ലാതെ മാറി നിന്നു. വീണ്ടും സിനിമയിൽ കൂടുതൽ സജീവമായി വരികയായിരുന്നു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, ഇപ്പോൾ പ്രകമ്പനം എന്ന സിനിമ, ഇതിലൂടെയൊക്കെ ഒരു സജീവതയിലേക്ക് വീണ്ടും വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ആകസ്മികമായി മരണം പിടികൂടിയത്. കൃഷ്ണരാജ്, തീർച്ചയായും കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഏതാനും സിനിമകളിലൂടെ തന്നെ വീണ്ടും അദ്ദേഹം തൻ്റെ സാന്നിധ്യം മലയാള സിനിമയിൽ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വിയോഗം ഉണ്ടായിരിക്കുന്നത്. ഹൃദയസ്തംഭനമാണ് മരണകാരണം ആണ് സൂചന എങ്കിൽ കൂടി ഇവിടെ നടക്കുന്ന ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകാനുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടങ്ങി. ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമാണ് യഥാർത്ഥ മരണകാരണം അറിയാൻ കഴിയുകയുള്ളൂ. എന്നാൽ പ്രാഥമികമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ അറിയിച്ചത് ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കലാഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും എന്ന ഒരു അറിയിപ്പ് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അവിടെയായിരിക്കും സഹപ്രവർത്തകരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുക. സിനിമാ മേഖലയിൽ ഇത്രയും വർഷങ്ങൾ, ആ 92-93 കാലഘട്ടം മുതൽ ഇതുവരെയും നീളുന്ന ഒരു സിനിമാ ബന്ധങ്ങൾ കലാഭവൻ നവാസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്രയധികം സൗഹൃദങ്ങൾ എന്നും കലാഭവൻ നവാസിനുണ്ട്. എപ്പോഴും സൗഹൃദങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കലാകാരനായിരുന്നു. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന, എല്ലാവരുടെയുമായി സൗഹൃദം കൂടുന്ന ഒരു പ്രകൃതമായിരുന്നു കലാഭവൻ നവാസിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു സുഹൃത്ത് വലയവും ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, കലാഭവൻ നവാസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ രണ്ട് സ്ഥലങ്ങളിൽ, ഒന്ന് എറണാകുളം കലാഭവനിൽ നടക്കുന്ന പൊതുദർശനം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആലുവയിലെ വീട്ടിലായിരിക്കും തുടർന്ന് ഉള്ള പൊതുദർശന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ ബന്ധുക്കളും മറ്റ് ആളുകൾക്കും അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിനുശേഷം മൃതദേഹം ഖബറടക്കുന്ന ഒരു ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കലാകാരൻ കൂടി, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം കൂടി ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, കൊച്ചിൻ ഹനീഫയെ പോലുള്ള നിരവധി കലാകാരന്മാർ, അവരെല്ലാം വളരെ വേഗം ആകസ്മികമായ ഒരു വിട പറയൽ, കലാഭവൻ മണിയാണെങ്കിലും കൊച്ചിൻ ഹനീഫ ആണെങ്കിലും എല്ലാം തന്നെ അവരുടെ എല്ലാം ഒരു ആകസ്മികമായ വിട പറയൽ, അത് എത്രമാത്രം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമായിരുന്നോ അതേപോലെ തന്നെ മറ്റൊരു കലാകാരൻ കൂടി ഈ ഒരു ആകസ്മികതയോടെ വിട്ടുപോയിരിക്കുന്നു എന്നത് തന്നെ ആണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത്. അത് അവരുടെ എല്ലാം വാക്കുകളിൽ, ഈ സഹപ്രവർത്തകരുടെ ആണെങ്കിലും അടുത്ത സുഹൃത്തുക്കളുടെ എല്ലാം തന്നെ ആ വാക്കുകളിൽ ആ ഞെട്ടലുണ്ട്, ആ വിയോഗം താങ്ങാൻ കഴിയാത്ത വേദനയുടെ ഉൾക്കാഴ്ചകളുണ്ട്. അതെല്ലാം അവരുടെ എല്ലാം മനസ്സുകളിൽ. കലാഭവൻ നവാസ് ഈ കുടുംബവുമായി വളരെ എപ്പോഴും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുക, അവർക്കൊപ്പം പലയിടങ്ങളിലേക്ക് സഞ്ചരിക്കുക, എല്ലായ്പ്പോഴും സിനിമാ തിരക്കുകൾ മാറ്റിവെച്ചാൽ മറ്റു സമയങ്ങളിലൊക്കെയും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരാളായി കൂടി തോന്നിയിട്ടുണ്ട്. ആ കുടുംബം ഇതെങ്ങനെ താങ്ങാനാണ്?
കൃഷ്ണരാജ്, അത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ആ ഒരു വിയോഗ വാർത്ത അവർക്ക് എങ്ങനെ താങ്ങാൻ കഴിയുമെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. കാരണം ഈ ഒരു ചെറിയ സമയം കിട്ടിയപ്പോൾ പോലും 2 ദിവസം അദ്ദേഹത്തിന് ഒരു ഇടവേള കിട്ടിയപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടിയാണ് ആ സമയം മാറ്റിവെക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ എത്തിയത്. അത് കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം അല്ലെങ്കിൽ ഇടവേളകൾ ലഭിക്കുന്ന സമയങ്ങളെല്ലാം അദ്ദേഹം ചെലവഴിച്ചിരുന്നു. 3 മക്കൾക്കൊപ്പം, രഹ്നയ്ക്കൊപ്പം എല്ലാം തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. യാത്രകളായിട്ടും കുടുംബവുമൊത്തുള്ള മറ്റ് സ്വകാര്യ നിമിഷങ്ങളുമായിട്ടും എല്ലാം തന്നെ അതങ്ങനെ പോകുന്ന ഒരു നിമിഷത്തിൽ തന്നെയാണ് അവർക്കെല്ലാം ഈ ഒരു വേർപാട് സമ്മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും നികത്താനാകാത്ത ഒരു വേർപാട് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു പോകുന്നത് എന്നത് വലിയ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയായി തന്നെ നിൽക്കുന്നു. എങ്ങനെ താങ്ങാൻ കഴിയും ആ കുടുംബം, എങ്ങനെ ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നത് തന്നെയാണ്. കാരണം ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ വാക്കുകളില്ലാത്ത ഒരു സ്ഥിതി. അത് കലാഭവൻ നവാസിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ഒപ്പം തന്നെ മറ്റു ബന്ധുക്കൾക്കാണെങ്കിലും എല്ലാം തന്നെ അവർക്ക് ആർക്കും തന്നെ ഒരു ആശ്വസിപ്പിക്കാനാകാത്ത ഒരു സ്ഥിതിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അവരെങ്ങനെ ഇതിനെ അതിജീവിക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ചോറ്റാനിക്കരയിലെ ഈ ഒരു ഇതിലേക്ക് വരെ ഏതായാലും ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിയോഗമാണ് കലാഭവൻ നവാസിൻ്റേത്. കാരണം ഇപ്പോൾ ആദ്യ മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെയും സജീവമായിരുന്ന ഒരാൾ, അതായത് അസുഖബാധിതനായിരുന്നില്ല, ചികിത്സയിലായിരുന്നില്ല. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലോഡ്ജിലെത്തി വിശ്രമിക്കുന്ന സമയത്ത്, അവസാന ഷെഡ്യൂൾ എന്നാണ് മനസ്സിലാക്കുന്നത്, പ്രകമ്പനം എന്ന സിനിമയുടെ അവസാന ഷെഡ്യൂൾ കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ഈ ആകസ്മികമായ മരണം ഉണ്ടാകുന്നത്. അത് ഒരുപക്ഷെ അതിനു മുൻപ്, മണിക്കൂറുകൾ മുൻപ് വരെ ഒപ്പമുണ്ടായിരുന്നവരെ, മുഴുവൻ മലയാളികളെയും, സിനിമയെ ഇഷ്ടപ്പെടുന്നവരെയും ഒക്കെയും ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു വേർപാട് തന്നെയാണ്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം കലാഭവൻ നവാസിൻ്റെ വിയോഗ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം. ചോറ്റാനിക്കരയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടൻ കലാഭവൻ നവാസിൻ്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് ശേഷം കലാഭവനിൽ പൊതുദർശനം ഉണ്ടാകും. വിവരങ്ങളുമായി ജിജീഷ് കന്നാകൻ ഒപ്പം ചേരും. അതിനു മുൻപ് നടൻ പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഒപ്പം ചേരുന്നു. ശ്രീ പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, എനിക്ക് തോന്നുന്നു അങ്ങ് ഈ പ്രകമ്പനം സിനിമയിൽ കലാഭവൻ നവാസിനൊപ്പം അഭിനയിച്ചയാളാണ്. ഒരു ഒപ്പമുണ്ടായിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് ഇല്ലാതാകുന്നതിൻ്റെ വേദന എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഇന്നലെ വൈകിട്ട് 5:30 വരെ അദ്ദേഹം ലൊക്കേഷനിലുണ്ടായിരുന്നു. 5:30 അദ്ദേഹത്തിന്റെ ഷൂട്ട് ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് 2 ദിവസം കഴിഞ്ഞിട്ടേ ഇനി വരണ്ടു. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് വരാന്ന് പറഞ്ഞ് നമ്മളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പോയത്. വളരെ സന്തോഷത്തോടെ കൂളായി അദ്ദേഹം നടന്ന് വണ്ടിയിൽ പോയി. അപ്പോൾ രാത്രി 9 വരെ ഷൂട്ടുണ്ടായിരുന്നു. ബാക്കി അതിനുശേഷം മറ്റൊരാൾ അദ്ദേഹം ക്ഷീണായി വീടുന്നതേ അറിഞ്ഞില്ലു. ഷൂട്ടൊക്കെ കഴിഞ്ഞൊരു 9 ആകുമ്പോഴാണ് പറഞ്ഞത് അദ്ദേഹം പോയി എന്നുള്ളത്. പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഒരുപക്ഷെ ഒരു കുറച്ചു കാലം സിനിമയിൽ നിന്നൊക്കെ മാറി നിന്ന് എന്നാൽ അടുത്തിടെയായി കൂടുതൽ സജീവമായി വന്ന ഒരാൾ, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല കലാഭവൻ നവാസിൻ്റെ. അത് മിമിക്രി വേദികളിലെ പ്രകടനമായാലും സിനിമയിലെ പ്രകടനമായാലും ചെറിയ വേഷങ്ങൾ പോലും മനോഹരമായി അവതരിപ്പിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഒരു നടൻ. അത് മലയാള സിനിമയ്ക്കുണ്ടാക്കുന്ന നഷ്ടം എത്രമാത്രമാണ്? ആ മിമിക്രി രംഗത്ത് ഏറ്റവും സജീവമായി വരികയും പിന്നീട് സിനിമയിലേക്ക് വരികയും ചെയ്ത ഒരു പ്രഗത്ഭനായിട്ടൊരു കലാകാരൻ, ഏറ്റവും മികച്ച അഭിനേതാവ്. അദ്ദേഹം ഇപ്പോൾ അടുത്ത് അഭിനയിച്ച ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടെ വേറെ ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു റോളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇപ്പോൾ ഇടക്കാലത്ത് ഇതിന് സിനിമ കുറവായിരുന്നു പോലും ഇപ്പോൾ ആക്റ്റീവായി വളരെ ഊർജ്ജസ്വലമായി രംഗത്ത് വരുന്നൊരു സമയമാണ്. അപ്പൊ ആ സമയത്താണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഈ നവാസ് വളരെ ഹോംലി ആയിരുന്നു. എപ്പോഴും മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും
അവരോട് ചേർന്ന് നിൽക്കണമെന്നും ആഗ്രഹിച്ച ഒരാൾ. അങ്ങനെയൊക്കെ ഈ ലൊക്കേഷനിൽ നിങ്ങളോട് പങ്കുവെക്കാറുണ്ടായിരുന്നു? നെടുമങ്ങാട് നമ്മളൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇരുന്ന് വർത്തമാനം പറഞ്ഞ സമയത്ത് കുടുംബകാര്യങ്ങൾ പറഞ്ഞിരുന്നു, മക്കളെ കാര്യം, മറ്റ് ഒപ്പര കാര്യം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പുതിയ സിനിമയെക്കുറിച്ചും അടുത്ത സിനിമയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. വളരെയധികം നന്ദി ശ്രീ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. കലാഭവൻ നവാസ് എന്ന കലാകാരനെ, നടനെ, കുടുംബവുമായി ചേർന്ന് നിൽക്കുന്നയാളെ അനുസ്മരിച്ചതിന്. ഏതായാലും വലിയൊരു വേദനയുടെ നിമിഷമാണ് മലയാള സിനിമയ്ക്ക്, സിനിമയെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കും. കലാഭവൻ നവാസ് ഓർമ്മയാകുന്നു. ആകസ്മികമായ ഒരു മരണം. 5:30 വരെ ഇന്നലെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെന്നാണ് പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം നേരെ ലോഡ്ജിലെത്തുന്നു. പ്രകമ്പനം എന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ വ്യത്യസ്തമായൊരു വേഷമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പിക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും വേദനിപ്പിക്കുന്ന ഒരു വേർപാടാണ് കലാഭവൻ നവാസിൻ്റെ. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മറ്റു വാർത്തകളിലേക്ക്. കേരള സർവകലാശാലയിൽ കടുത്ത നടപടിയുമായി VC. സർവകലാശാല ആസ്ഥാനത്തെ സിൻഡിക്കേറ്റ് റൂം പൂട്ടി. ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് റൂമിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിനു പിന്നാലെയാണ് നിർണായക നടപടി. മുറി പൂട്ടി താക്കോൽ സുരക്ഷാ ജീവനക്കാർക്ക് കൈമാറി. യോഗസമയത്തല്ലാതെ സിൻഡിക്കേറ്റ് റൂം മറ്റുള്ളവർക്ക് തുറന്നു നൽകരുതെന്ന് VCയുടെ കർശന നിർദ്ദേശമുണ്ട്. അതേസമയം സർവകലാശാലയിൽ ഇന്നലെ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ CPI ജീവനക്കാരുടെ സംഘടന VCക്ക് പരാതി നൽകി. ജീവനക്കാർക്ക് സുരക്ഷ നൽകണമെന്ന് രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പൻ DGPക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഒന്നിലേറെ സംഭവങ്ങൾ. ഒന്ന്, കേരള സർവകലാശാലയിൽ കടുത്ത നടപടി ഉണ്ടാകുന്നു, റൂം പൂട്ടുന്നു, സിൻഡിക്കേറ്റ് റൂം. അവിടെ മറ്റാരും കടക്കേണ്ട കാര്യമില്ല, ആ താക്കോൽ സുരക്ഷാ ജീവനക്കാരൻ്റെ കൈവശം ഏൽപ്പിക്കുന്നു. മറ്റൊന്ന്, CPI അനുകൂല സംഘടന സുരക്ഷ ആവശ്യപ്പെടുന്നു. ജീവനക്കാർക്ക് സുരക്ഷ വേണമെന്ന് രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പൻ DGPക്ക് പരാതി നൽകുന്നു. അങ്ങനെ ഒന്നിലേറെ സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്നു. ഇപ്പോഴും ഈ സർവകലാശാല ആസ്ഥാനത്ത് കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലാണോ അതോ VCയുടെ കൈപ്പിടിയിലായോ? കൃഷ്ണരാജ്, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കേരള സർവകലാശാലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അത് ഒരുപടി കൂടി കടന്നതോടുകൂടിയാണ് കടുത്ത നടപടിയിലേക്ക് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേലും കടന്നിരിക്കുന്നത്. ഇപ്പോൾ സിൻഡിക്കേറ്റ് റൂം പൂട്ടിയിട്ട് കൊണ്ടുള്ളൊരു നടപടിയിലേക്കാണ് അദ്ദേഹം ചെന്നിരിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായ മുരളീധരൻ പിള്ളയും ഷിജു ഖാനും അടക്കമുള്ളവർ ഈ സിൻഡിക്കേറ്റ് റൂമിലേക്ക് എത്തുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ, ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതടക്കമുള്ള പരാതികൾ ഉയരുന്നു. ജീവനക്കാരെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് റൂം പൂട്ടിക്കൊണ്ടുള്ളൊരു നടപടിയിലേക്ക് വൈസ് ചാൻസലറും കടന്നത്. അതായത് സിൻഡിക്കേറ്റ് യോഗം കൂടുമ്പോഴല്ലാതെ സിൻഡിക്കേറ്റ് റൂം തുറക്കേണ്ട ആവശ്യമില്ല എന്നതാണ് VC എടുത്തിരിക്കുന്ന നിലപാട്. അല്ലാതെ സിൻഡിക്കേറ്റ് റൂമിലേക്ക് അവിടെ എത്തേണ്ട ആവശ്യമില്ല, അനാവശ്യമായി അവിടെ ആ റൂം അനാവശ്യ കാര്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ റൂം പൂട്ടിയിടുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. കടുത്ത തീരുമാനമാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തുണ്ടായത്. അത് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്ത്, അതായത് വലിയ രീതിയിൽ വ്യാപകമായിട്ട് പരാതിയുണ്ട്, ജീവനക്കാരെ അടക്കം ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള പരാതികൾ കൂടി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ സുപ്രീം പവറായിട്ട് യൂണിവേഴ്സിറ്റിയിൽ കേരള സർവകലാശാലയിൽ മാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആരോപണവും പരാതിയുമായി വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കടുത്ത തീരുമാനം എന്ന നിലയിലേക്ക് വൈസ് ചാൻസലറും എത്തിയിരിക്കുന്നത്. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് റൂം പൂട്ടി താക്കോൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥരോട് യാതൊരു കാരണവശാലും സിൻഡിക്കേറ്റ് റൂം തുറക്കാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശവും കർശനമായി നൽകിയിട്ടുമുണ്ട്. സിൻഡിക്കേറ്റ് കൂടുന്ന സമയത്തല്ലാതെ റൂം തുറക്കേണ്ട ആവശ്യമില്ല, അനാവശ്യമായിട്ട് അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നതടക്കമുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു വൈസ് ചാൻസലർ. അതോടൊപ്പം തന്നെയാണ് ഇടത് സംഘടനയിൽപ്പെട്ടവർ, അതായത് CPI-യുടെ തന്നെ സംഘടനയിൽപ്പെട്ടവരും പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സംഘടനയിൽപ്പെട്ടവരും പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. CPI സംഘടനയായ കേരള സർവകലാശാല സ്റ്റാഫ് അസോസിയേഷനും കോൺഗ്രസിൻ്റെ
സംഘടനയായ സ്റ്റാഫ് യൂണിയനുമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ പരാതിയുടെ കാരണമെന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തങ്ങളെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, മാത്രമല്ല ഭീഷണിപ്പെടുത്തുന്നു. അവർ ഒരു സുപ്രീം പവറായി മാറിക്കൊണ്ട് നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ നടപടി ആവശ്യം വേണം. മാത്രമല്ല തങ്ങൾക്ക് സുരക്ഷ സ്വസ്ഥമായി സർവകലാശാലയിൽ ജോലി ചെയ്യുവാനുള്ള അന്തരീക്ഷം ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ജോലി ചെയ്യുവാനുള്ള അവസരം വേണം, അതോടൊപ്പം തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും ഈ CPIയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും അടക്കമുള്ള സംഘടനകളും ഇപ്പോൾ വൈസ് ചാൻസലറോട് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വൈസ് ചാൻസലറോട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജോയിൻറ്റ് രജിസ്ട്രാർ ഒരു പരാതി DGPക്ക് നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ അതായത് നിലവിലെ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ ഒരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുകയും ചെയ്തു. കാരണം ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേരള സർവകലാശാലയിൽ നടക്കുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു പരാതി നൽകിയിരിക്കുന്നു. മാത്രമല്ല ജീവനക്കാർക്ക് സുരക്ഷ നൽകുവാനുള്ള ആവശ്യമായുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നതടക്കമുള്ള ആവശ്യവും മിനി കാപ്പൻ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റിയെ ഒരു തരത്തിലും സ്വസ്ഥമായ രീതിയിലേക്ക് പോകാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വന്ന് പഠനം നടത്തി സ്വസ്ഥമായിട്ട് പഠനം നടത്തുവാനൊരു അവസരം സൃഷ്ടിക്കില്ല എന്നൊരു നീക്കത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ SFIയും ഉണ്ട്. എന്തായാലും ഈ യൂണിവേഴ്സിറ്റിയുടെ തർക്കങ്ങൾ ഒരു വിധത്തിൽ ശാന്തമായി വരുന്നൊരു സാഹചര്യമാണുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഗവർണറെ കണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പ്രതിഷേധം നടത്തില്ല എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിൽ പോലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അത് കൂട്ടാക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരുടെ ഒരു ഇടത്താവളമായിട്ട് ഈ യൂണിവേഴ്സിറ്റിയെ മാറ്റുകയും അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു സുപ്രീം പവറായി മാറിക്കൊണ്ട് മറ്റ് ഉദ്യോഗസ്ഥരെ അടക്കം ഭരിക്കുന്നതും തങ്ങളുടെ ഇച്ഛകൾ തങ്ങളുടെ അതായത് തങ്ങളുടെ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലെല്ലാം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാറുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ പരാതി കൂടി വന്നിരിക്കുന്നത്. എന്തായാലും കടുത്ത നടപടി ഈ വിഷയത്തിൽ വൈസ് ചാൻസലറും സ്വീകരിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റ് റൂം പൂട്ടിക്കൊണ്ടാണ് വൈസ് ചാൻസലർ നടപടിയെടുത്തിരിക്കുന്നത്. കേരള സർവകലാശാലയിൽ കടുത്ത നടപടിയുമായി VC രംഗത്തെത്തുന്നു. സർവകലാശാല ആസ്ഥാനത്തെ സിൻഡിക്കേറ്റ് റൂം പൂട്ടുന്നു. അവിടെ ആരെങ്കിലും അതിക്രമിച്ച് കയറേണ്ടതില്ല ഇനി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് VC. മുറി പൂട്ടി താക്കോൽ സുരക്ഷാ ജീവനക്കാർക്ക് കൈമാറി. സുരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലെ രജിസ്ട്രാർ മിനി കാപ്പൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് രഘുവംശം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവിന്ന്. ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായി ഖണ്ഡിച്ചിരുന്നില്ല. സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യ ഹർജിയെ എതിർത്തത്. കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് 9 ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുമ്പോഴാണ് ബിലാസ്പൂർ NIA കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ് പറയുക. വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്ന് S. ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, വല്ലാത്ത വിദ്വേഷ പ്രചാരണമാണ് ഇപ്പോഴും കേരളത്തിൽ സജീവമായി നിൽക്കുന്നത്. പക്ഷേ ഛത്തീസ്ഗഡിൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ശ്രീകാന്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു ദിവസം എത്ര കണ്ട് നിർണായകമാണ്? സർക്കാർ എടുത്ത നിലപാടുകൾ ഈ കന്യാസ്ത്രീകൾക്ക് അനുകൂലം തന്നെയാണ്. കാരണം ഇത്തരമൊരു കേസിൽ സർക്കാർ സ്വീകരിക്കേണ്ട കടുത്ത നടപടി ഈ കേസിൽ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. കേസ് ഡയറി കോടതി പരിശോധിച്ച ശേഷം സ്വാഭാവികമായും അതിലുള്ള കാര്യങ്ങളടക്കം ഉയർത്തി ഈ ജാമ്യാപേക്ഷയെ ഖണ്ഡിക്കേണ്ടതായിരുന്നു സർക്കാർ. പക്ഷേ സർക്കാർ അത് ചെയ്തിട്ടില്ല. സർക്കാർ ആകെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലാണ് ഈ കേസ് എന്ന് മാത്രമാണ് കോടതി മുൻപാകെ ഇതുവരെയും ഛത്തീസ്ഗഡ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി നമ്മുടെ കേരളത്തിലെ ചാനലുകളിലൊക്കെ തന്നെ വലിയ ചർച്ച നടക്കുന്നത് കണ്ടു. അമിത്ഷാ പറഞ്ഞിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ കേട്ടില്ല എന്ന തരത്തിൽ. ഒന്നാമത്തെ കാര്യം, അമിത്ഷാ പറഞ്ഞത് ഇവരെങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ആ കോടതി മുറിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി അറിയാം പ്രോസിക്യൂഷൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത്. പക്ഷേ കോടതി മുറിയിൽ ഉണ്ടായിരുന്നവരെക്കാൾ തിട്ടം ഈ കാര്യത്തിലുള്ളത് നമ്മുടെ കേരളത്തിലെ ചാനൽ മുറിയിലെ കോട്ടിട്ട ജഡ്ജിമാർക്കാണ് എന്നുള്ളത് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ അവരുടെയൊക്കെ തന്നെ പ്രതികരണം. ആ കോടതി മുറിയിൽ നിന്ന് ഞങ്ങൾ കേട്ടതാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. കേരളത്തിൽ നിന്നും ഇവിടേക്ക് ഛത്തീസ്ഗഡിലേക്ക് അയച്ച, ബിലാസ്പൂരിലേക്ക് അയച്ച മാധ്യമപ്രവർത്തകർ, ഇവരുടെയൊക്കെ തന്നെ മാധ്യമപ്രവർത്തകരുണ്ട്. അവരെല്ലാം കോടതി മുറിയിലുണ്ടായിരുന്നു. അവരെല്ലാം അത് കേട്ടതാണ്.
അവരതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായാണ് പുറത്തേക്ക് വന്നത്. പിന്നെ എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ, ഒരു വിഭാഗം മതമേലധ്യക്ഷന്മാർ, അതിനെ മുതലെടുക്കാൻ കോൺഗ്രസിൻ്റെയും CPIM-ൻ്റെയും പ്രവർത്തകർ, നേതാക്കൾ ഇവർ ചേർന്ന് ഈ വിഷയം വളരെ രൂക്ഷമാക്കുകയാണ്. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇളവുകൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ച് ആത്യന്തികമായി അവരുടെ നിലനിൽപ്പ് കൂടിയാണ് അവർ നോക്കുന്നത്. പരമാവധി ഇളവ്, പരമാവധി ജാമ്യത്തിനുള്ള സൗകര്യം അവർ ചെയ്യുന്നുണ്ട്. കോടതി മുറിയിൽ ഒരൊറ്റ വരിയാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇതിൽ റായ്പൂർ രൂപതയുടെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിൽ അവർ എടുത്തു പറയുന്നത് പ്രോസിക്യൂട്ടർ കോടതിയിൽ സ്വീകരിച്ച നിലപാട് അവർക്ക് സ്വീകാര്യമാണ് എന്നുള്ളതാണ്. മാത്രമല്ല അത് ഏത് തരത്തിലായാലും ഈ ജാമ്യത്തിന് ഉതകുന്നതാണ് എന്നാണ് അവരുടെ ഒരു നിലപാടായി പുറത്തു വന്നത്. അതായത് ഇവിടുത്തുകാർക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്, ഇവിടുത്തെ ആളുകൾ അത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ കോടതി മുറിയിൽ സംഭവിക്കുന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ മുഴുവൻ കേൾക്കുന്നതാണ്. കോടതി മുറിയിൽ കഴിഞ്ഞ ദിവസം റോജി എം ജോൺ പറയുന്നത് കേട്ടു, അതിശക്തമായി ഈ ജാമ്യാപേക്ഷയെ എതിർത്തു പ്രോസിക്യൂഷൻ എന്ന്. ഒരു കാര്യം കേരളത്തിലെ പ്രേക്ഷകരോടായി പറയാം, ഈ റോജി എം ജോൺ ഈ വാദം നടക്കുമ്പോൾ കോടതി മുറിയുടെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തിലെ പ്രേക്ഷകർ, കേരളത്തിലുള്ള ആളുകൾ, കേരളത്തിലെ ഈ മതമേലധ്യക്ഷന്മാർ, കേരളത്തിലെ മറ്റ് ന്യൂട്രലായി നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇത് വളരെ ആസൂത്രിതമായി ഈ വിഷയത്തെ ഇവർ വളച്ചൊടിക്കുകയും ഈ കന്യാസ്ത്രീകളുടെ ജയിൽവാസം നീട്ടിക്കൊണ്ടുപോവുകയുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപകരണമാണ്. ഈ റോജി എം ജോൺ ഒന്നും ബിലാസ്പൂർ NIA കോടതിയുടെ 7 അയലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ കോടതി മുറിക്കുള്ളിലേ അവരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷമാണ് ഇവരെല്ലാം അഭിപ്രായം പറയുന്നത്. എന്തായാലും അവർക്ക് ജാമ്യം കിട്ടട്ടെ, അവർ ജയിലിൽ നിന്നും പുറത്തേക്ക് വരാൻ സാഹചര്യമൊരുങ്ങട്ടെ. ഛത്തീസ്ഗഡ് സർക്കാർ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാണ് ചെയ്തിട്ടുള്ളത്. ഷോൺ ജോർജും അനൂപ് ആന്റണിയും ഒക്കെ തന്നെ ഇപ്പോഴും ഈ സ്ഥലത്തുണ്ട്. റായ്പൂർ അതിരൂപതയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇനിയും കോൺഗ്രസിനായി ഇവിടെ നിൽക്കുന്ന സജീവ് ജോസഫ് MLA-ക്കും അതോടൊപ്പം തന്നെ ഈ റോജി എം ജോണിനുമാണ് കാര്യങ്ങൾ മനസ്സിലാകാത്തത്. അവർ വഴി മറ്റ് നേതാക്കൾക്കും ഇനിയും കത്തിയിട്ടില്ല എന്നാണ്, നേരം വെളുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം നമ്മുടെ നാട്ടിലെ ചാനൽ മുറിയിലെ കോട്ടിട്ട ജഡ്ജിമാർക്കും കാര്യം മനസ്സിലായിട്ട് ഇവർക്കെല്ലാം ഈ കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ കിടക്കുക, പരമാവധി മുതലെടുക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്നവർ പുറത്തിറങ്ങും എന്നാണ് കരുതുന്നത്. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതിൽ നമ്മളിപ്പോൾ പറയുന്നത് തന്നെ സബ് ജുഡീസാണ്. ഒരു 10-11 മണി വരെ നമുക്ക് കാത്തിരിക്കാം. പ്രസിഡന്റ് കൂടി അങ്ങോട്ടേക്ക് വരുന്നു എന്നാണ് കേൾക്കുന്നത്. അതായത് ഇനിയും കള്ളങ്ങൾ ആവർത്തിക്കണം, അവിടെ ആ വിവാദം അതേപടി നിലനിൽക്കണം, എന്നിട്ട് കേരളത്തിൽ വോട്ട് കച്ചവടം അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണം. അതാണിപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ഉന്നം വെക്കുന്നത്. നേരത്തെ ശ്രീകാന്ത് തന്നെ പറഞ്ഞു റോജി എം ജോൺ അവിടെയുണ്ട്, പക്ഷേ ആ കോടതിയുടെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്ന്. കൃഷ്ണരാജ്, എന്താണ് ഇവരൊക്കെ ഈ പറയുന്നതെന്ന് കേട്ട് നമ്മൾ സ്തബ്ധരായി നിൽക്കുകയാണ് ഇവിടെ. കാരണം ഇവർക്കൊന്നും ഛത്തീസ്ഗഡിൽ ഒരു റോളില്ലെന്നുള്ളതാണ് വസ്തുത. അതായത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി ഇവരെയൊക്കെ കാണുകയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ തന്നെ ഞാൻ ഇവരെയൊക്കെ തന്നെയാണ് കാണുന്നത്. ഇവരൊക്കെ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഈ റോജി എം ജോണും സജീവ് ജോസഫ് MLA-യും കുറച്ചധികം ദിവസങ്ങളായി ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഇവിടുത്തെ റായ്പൂരിലെ സഭ അവരെ പൂർണ്ണമായും ഈ കേസിൽ ഇടപെടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ സണ്ണി ജോസഫ് കൂടി ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറയുന്നു. ഞാൻ ഒറ്റ കാര്യമാണ് ഇതിൽ ചോദിക്കുന്നത്. ഈ ദിവസം ഇന്നേ വരെ ഈ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള ഇടപെടലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കണം. അതിനിടയിലാണ് കേരളത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ ഇവിടേക്ക് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഈ മതപരിവർത്തനത്തെ എതിർക്കില്ല, മതപരിവർത്തന നിരോധന നിയമത്തെ എതിർക്കില്ല. അവർ ഈ കന്യാസ്ത്രീകൾക്ക് ഒപ്പം പൂർണ്ണമായും അവർ നിൽക്കുകയുമില്ല. കാരണം അത് അവരുടെ നിലനിൽപ്പ് കൂടിയാണ്. അപ്പോഴാണ് ഇവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ പൊളിറ്റിക്കൽ പ്രഷർ അത് വരികയാണെങ്കിൽ ഛത്തീസ്ഗഡ് സർക്കാരിന് മാറി ചിന്തിക്കേണ്ടി വരും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 2 കന്യാസ്ത്രീകളല്ല അവരുടെ വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം ഛത്തീസ്ഗഡിലെ ആദിവാസി സമൂഹമാണ് അവരുടെ പ്രശ്നം. അവർക്ക് അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്രശ്നം. കേരളത്തിലെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന മതമേലധ്യക്ഷന്മാർ പ്രാഥമികമായി ചെയ്യേണ്ടത് ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ കോൺഗ്രസിൻ്റേതും CPIM-ൻ്റേതുമായ നേതാക്കളെ ജാമ്യം കിട്ടുന്നത് വരെയെങ്കിലും
നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ്. ജാമ്യം കിട്ടി ഈ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയതിന് ശേഷം ഇവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഇവർ ഇത് വളച്ചൊടിച്ചോട്ടെ, ഇവർ ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കോട്ടെ. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ മതമേലധ്യക്ഷന്മാർ കേരളത്തിൽ നടത്തുന്ന പ്രസംഗത്തിൻ്റെ 1/4 സമയം മതി ഇവരെയൊക്കെ തന്നെ ഈ ജാമ്യം കിട്ടുന്നത് വരെയെങ്കിലും കോടതിയെയും ഒപ്പം തന്നെ സർക്കാരിനെയും പ്രകോപിപ്പിക്കാതിരിക്കാൻ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇവരൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായി എന്താണ് ഈ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങാതിരിക്കാൻ കാണിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വരുന്ന വാർത്തകൾ പരമാവധി വ്യാജം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോടതി മുറിക്കകത്ത് കയറാത്തവരാണ് കോടതിയിൽ നിന്നും ഉത്തരവ് വരുമ്പോൾ പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുന്നത് എന്നുള്ള കാര്യം ആശ്ചര്യപ്പെടുത്തുന്നത് കൂടിയാണ്. ശരി, ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്ന്. ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായി ഖണ്ഡിച്ചിരുന്നില്ല. സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യ ഹർജിയെ എതിർത്തത്. കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് 9 ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുമ്പോഴാണ് ബിലാസ്പൂർ NIA കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ് പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഛത്തീസ്ഗഡിൽ നിന്ന് എസ് ശ്രീകാന്ത്. ഇടവേള. ജമ്മുകാശ്മീരിൽ ഏറ്റുമുട്ടൽ. അനന്തനാഗ് ജില്ലയിലെ അഖലാലിലാണ് സുരക്ഷാസേനയും ഭീകരരും ഏറ്റുമുട്ടുന്നത്. 3 ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചന. ജമ്മുകാശ്മീരിലെ വിവിധ മേഖലകളിൽ സുരക്ഷാസേന പരിശോധന കർശനമാക്കി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, ദിവസങ്ങളെ ആയിട്ടുള്ളൂ പെഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഭീകരരെ അടക്കം സൈന്യം വധിച്ചിട്ട്. ഇപ്പോൾ അനന്തനാഗിൽ 3 പേർ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് വിവരം. കൃഷ്ണരാജ്, കുൽഗാം മേഖലയിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ അഖൽ എന്നുള്ളതാണ് പേര് നൽകിയിരിക്കുന്നത്. ഇതുവരെയായിട്ടും 3 ഭീകരവാദികളെ ഈ സൈന്യത്തിൻ്റെ തോക്കിൻമുനയിൽ കിട്ടി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏതായാലും സൈന്യം ഇതുവരെയായിട്ടും അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സംയുക്ത സുരക്ഷാ സേനയാണ് നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതായത് ജമ്മു കാശ്മീർ പോലീസും CRPFും ഒപ്പം തന്നെ കരസേനയുടെ വിഭാഗവും ചേർന്ന് സംയുക്ത സേനയാണ് ഈ ഭീകരരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ 3 ഭീകരരെ വധിക്കാൻ സാധിച്ചിരുന്നു. അത് പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ അടക്കമുള്ളവരായിരുന്നു എന്നുള്ളതായിരുന്നു പ്രത്യേകത. ഇപ്പോൾ ഏത് ഭീകരവാദികളാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിയത് എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ലഷ്കർ ഇ തോയ്ബ ഭീകരവാദികളാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഇന്റലിജൻസ് വിവരങ്ങളും മറ്റും ലഭ്യമാകുന്നത്. ഏറ്റുമുട്ടൽ ഇന്നലെ രാത്രിയിൽ ആരംഭിച്ചതാണ്. ഏതാണ്ട് 9 മണിക്കൂർ മുമ്പ് ചിന്നാർ കോപ്സ് സൈന്യത്തിൻ്റെ എക്സ് അക്കൗണ്ടായ ചിന്നാർ കോപ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ള പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള അപ്ഡേറ്റ്സുകളൊന്നും ഔദ്യോഗികമായി ലഭ്യമല്ലെങ്കിൽ കൂടിയും ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന് വേണം അനുമാനിക്കുവാൻ. മാത്രമല്ല 3 ഭീകരരെ സൈന്യം വളഞ്ഞു, ഈ സംയുക്ത സേന വളഞ്ഞു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഈ ജമ്മുകാശ്മീരിൽ ഉടനീളം വലിയ കർശനമായ പരിശോധന ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അമർനാഥ് തീർത്ഥാടനം അടക്കം മുന്നേറുന്ന ഒരു സമയമാണ്. ഇന്റലിജൻസ് ഇൻപുട്ടുണ്ട്, ഏതെങ്കിലും ഇന്റലിജൻസ് വിവരങ്ങളുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന്. ഇത്തരമൊരു സാഹചര്യത്തിൽ കർശനമായ പരിശോധന ഈ വനമേഖല കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് പുൽവാമ, അതേപോലെ തന്നെ അനന്തനാഗ്, ത്രാൽ അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ പരിശോധനയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ മേഖലയിൽ കൂടുതൽ സൈനിക വിഭാഗത്തെ കൂടി, കൂടുതൽ സുരക്ഷാ സേനയെ കൂടി എത്തിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഭീകരരുടെ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞ മേഖലകളിലേക്ക് കൂടുതൽ സൈനിക വിഭാഗം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭീകരരുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അഖൽ പ്രദേശത്താണ് ഏറ്റുമുട്ടൽ എന്നുള്ളതാണ് ഈ സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. കൃഷ്ണരാജ്. നന്ദഗോപൻ, ഈ കശ്മീരിൽ ഇപ്പോഴും ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്, അതായത് കഴിഞ്ഞ ദിവസം പെഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത, അത് ആസൂത്രണം ചെയ്ത മുഖ്യ സൂത്രധാരൻ അടക്കം സൈന്യത്തിൻ്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടുവല്ലോ. അപ്പോൾ കൃത്യമായ ഇടപെടൽ അവിടെ സൈന്യം നടത്തുന്നുണ്ട്, കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വളരെ ഊർജത്തോടെ അവിടെ പ്രതികരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമാണ് ഈ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഒരുപക്ഷെ മുളയിലേ നുള്ളുക, അല്ലെങ്കിൽ കടന്നു കയറി ഉടൻ അവരെ വളയുക. അങ്ങനെ ഒരു കൃത്യമായ ആസൂത്രണം സൈന്യത്തിനുള്ളിലുണ്ട്, അല്ലേ?
തീർച്ചയായിട്ടും. അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നേ തന്നെ ഏതാണ്ട് 36ഓളം ഇത്തരം ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്ന് പ്രത്യേക പരിശീലനം കഴിഞ്ഞ് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ ലഭ്യമായിരുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അനന്തനാഗ്, ത്രാല്, പുൽവാമ അടക്കമുള്ള മേഖലകളിലെ ഈ വനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ജമ്മുകാശ്മീരിലെ ഈ പുൽവാമയിലുള്ള ത്രാൽ എന്നുള്ള മേഖല അത് കൂടുതൽ ഈ ഭീകരവാദികളുടെ ഒരു വലിയൊരു ക്യാമ്പായി മാറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു മുൻപ്. എന്നാൽ ഇപ്പോൾ നിലവിൽ അതായത് സൈന്യത്തിന് നേരെയും മറ്റും കൂടുതലായി കല്ലെറിയുന്ന സ്ഥിതിയും മറ്റും ഉണ്ടായിരുന്നത് ഈ ത്രാൽ മേഖലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെ അല്ല. അവിടെ സ്ഥിതിവിശേഷങ്ങൾ മാറി വരുന്ന ഒരു സാഹചര്യമാണ്. എങ്കിൽ കൂടിയും അവിടെ കൂടുതലായി ഭീകരവാദികൾക്ക് അഭയം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ ഇൻ്റലിജൻസ് രഹസ്യാന്വേഷണ വിഭാഗം മറ്റും നൽകുന്ന റിപ്പോർട്ടുകൾ. ഈ മേഖല കേന്ദ്രീകരിച്ച് സമഗ്രമായ പരിശോധനയുണ്ട്. ഭീകരവാദത്തെ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് സൈനിക വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസും CRPF-ഉം അതേപോലെ തന്നെ കരസേനയുടെ പ്രത്യേക വിഭാഗവും അടങ്ങുന്ന പ്രത്യേക സംയുക്ത സേന ഈ മേഖലകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമഗ്രമായ പരിശോധനയാണ്. ഒരു തരത്തിലും ജനവാസ മേഖലയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്രമണങ്ങൾക്ക് മുതിരുന്ന തരത്തിലേക്ക് ഈ ഭീകരവാദികൾക്ക് ഒരു അവസരം നൽകാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം പരിശോധനകൾ കൂടുതൽ കർശനമാക്കി അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പ്രധാനമായും ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി. ജമ്മു കാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. അനന്ത്നാഗ് ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരും ഏറ്റുമുട്ടി. 3 ഭീകരർ അവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് വിവരം. സുരക്ഷാ സേന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ. നന്ദഗോപനിലേക്ക് തന്നെ വീണ്ടും വരേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ വാരാണസിയിലെത്തും. 2200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. രാവിലെ 11 മണിയോടെ വാരാണസിയിലെത്തുന്ന അദ്ദേഹം പൊതുസമ്മേളനത്തെയും അഭിസംബോധന ചെയ്യും. വിവരങ്ങളുമായി നന്ദഗോപൻ വീണ്ടും ചേരുന്നു. നന്ദഗോപൻ, ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് രാജ്യത്തെമ്പാടും ഓടി നടന്ന് കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുകയാണ് നരേന്ദ്രമോദി. ഇതിപ്പോൾ വാരാണസിയിലേക്ക് വരുന്നു. അവിടെ വലിയ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു. എന്തൊക്കെയാണ് പദ്ധതികൾ? 2200 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വാരാണസിയിൽ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടിയിലും അതേപോലെ തന്നെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രഖ്യാപനവുമാണ് ഇപ്പോൾ വാരാണസിയിൽ നടക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. വാരാണസിയിൽ പ്രധാനമന്ത്രി ഒരു പൊതുസമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. മാത്രമല്ല വാരാണസി എന്നുള്ളത് നമുക്കറിയാം ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനമാണ്. നേരത്തെ വാരാണസിയുടെ ഒരു സ്ഥിതി എന്നുള്ളത് വളരെ പരിതാപകരമായിരുന്നു. അവിടെ എത്തുന്ന ഭക്തർക്ക് നടക്കുവാൻ വൃത്തിയായ സ്ഥലത്തു കൂടി നടക്കുവാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമായിരുന്നു. വളരെ രീതിയിൽ മാലിന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു നഗരമായിരുന്നു വാരണാസി എന്നുള്ളത്. മാത്രമല്ല നമുക്കറിയാം വാരണാസിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് അത് കൂടുതൽ ആത്മാക്കൾക്ക് പുണ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് സംസ്കരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ഈ പൂർണ്ണമായും സംസ്കരിക്കപ്പെടാത്ത മൃതദേഹങ്ങളും മറ്റും ഗംഗയിൽ ഒഴുകി നടക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ വാരണാസിയുടെ മുഖം തന്നെ മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ആത്മീയ തലസ്ഥാനം എന്നുള്ള ആ ഒരു നിലയിലേക്ക് ഇപ്പോൾ വാരണാസി എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതേപോലെ തന്നെ 880 കോടിയുടെ അണ്ടർഗ്രൗണ്ട് ഇലക്ട്രിക്കൽ വർക്കുകളാണ് വാരണാസിയിൽ ഉടനീളം അണ്ടർഗ്രൗണ്ട് ഇലക്ട്രിക്കൽ ലൈനിലേക്ക് കടക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ പദ്ധതികൾ, ഒപ്പം തന്നെ വിവിധ സിറ്റി സെൻറ്ററുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതികളടക്കം ഒരുക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ ഗംഗയുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് ഗംഗയുടെ പടവുകൾ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ പടവുകൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ, ഒപ്പം തന്നെ 47 റൂറൽ കുടിവെള്ള പദ്ധതികളാണ് ജൽജീവൻ മിഷന് കീഴിൽ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ വിവിധ സ്കൂളുകളിലെ ബിൽഡിങ്ങുകൾ, അതേപോലെ തന്നെ പുതിയ ലൈബ്രറികൾ,
പദ്ധതികൾ ഒപ്പം തന്നെ കോടതി സമുച്ചയങ്ങളടക്കം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ വിവിധ ആശുപത്രികൾക്ക് വേണ്ട സജ്ജീകരണങ്ങളടക്കം അതിനുവേണ്ട ഉദ്ഘാടനങ്ങൾ നടക്കുന്നു. CT സ്കാൻ സെൻ്ററുകൾ, MRI സെൻ്ററുകൾ, അതേപോലെ തന്നെ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിന് വേണ്ട ആവശ്യമായ സെൻ്ററുകളടക്കം ഇന്നിപ്പോൾ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പെടുന്നു. വാരണാസി എന്നുള്ളത് നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ മണ്ഡലം കൂടിയാണ്. വാരണാസിയിൽ അദ്ദേഹം എത്തിയതിൽ പിന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നരേന്ദ്രമോദി അവിടെ വാരണാസിയിൽ ലോക്സഭാ പ്രതിനിധിയായി എത്തിയതിൽ പിന്നെ വാരണാസിയുടെ മുഖം തന്നെ മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുൻപ് വാരണാസിയിൽ, അതായത് UPA ഭരണകാലത്ത് വാരണാസിയിൽ പോയ ഭക്തജനങ്ങൾക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വാരണാസിയിലെത്തിയ ഭക്തജനങ്ങൾക്കും ആ വ്യത്യാസം വളരെ പ്രകടമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലേക്ക് വാരണാസി മാറിക്കഴിഞ്ഞു. വാരണാസിയുടെ അല്ലെങ്കിൽ സാംസ്കാരിക പൈതൃക നഗരം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനം എന്ന നിലയിൽ പുകൾപെട്ട ഈ വാരണാസി ഇന്നിപ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളിലും ഉയരുകയാണ്. അത് കൂടുതൽ ശുഭകരമാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ 2200 കോടി രൂപയുടെ പദ്ധതികളാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. നന്ദഗോപൻ, ഈ പ്രധാനമന്ത്രിക്ക് വലിയ വരവേൽപ്പാണ് അവിടെ ഒരുക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് കണ്ട ശേഷം നന്ദഗോപനിലേക്ക് വീണ്ടും വരാം. നന്ദഗോപനിലേക്ക് വീണ്ടും. നന്ദഗോപൻ, ഇതിൽ സംഗീത പാതയൊരുക്കിയാകും നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ നഗരം സ്വീകരിക്കുക എന്നാണ് കേൾക്കുന്നത്. എന്താണ് ഈ സംഗീത പാത? വലിയ രീതിയിൽ, അതായത് വാരണാസി എന്നുള്ളത് ഈ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് എന്നുള്ളതാണ് ഉത്തർപ്രദേശിൻ്റെ എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ഈ അദ്ദേഹത്തിന് ഈ പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തെ സംഗീത ആരാധനയോടുകൂടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളടക്കമാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയെ മണ്ഡലത്തിലേക്ക് ജനങ്ങൾ സ്വീകരിക്കുന്നത് വളരെ ആരവത്തോടെ വലിയ ആരാധനയോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 2200 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ഏറെയും പ്രയോജനം ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് എന്നുള്ളതാണ്. വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റമാണ് ഈ പദ്ധതികൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ വിവിധ ആശുപത്രികൾക്ക് CT സ്കാൻ MRI സെൻ്ററുകളടക്കം നൽകുന്നു. അങ്ങനെ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ സാംസ്കാരിക മേഖലയിൽ കൂടി ഊന്നൽ നൽകിക്കൊണ്ട് ആ രീതിയിൽ കൂടി വാരണാസിയെ ഉയർത്തിയെടുക്കാൻ ഉതകുന്ന പദ്ധതികൾ കൂടി ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഒപ്പം തന്നെ ടൂറിസം മേഖലയിലും സമഗ്രമായ മാറ്റം ലക്ഷ്യം വെക്കുന്നു പല പദ്ധതികൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടൂറിസം മേഖലയിലേക്ക് ഏതാണ്ട് 900 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ വാരണാസിയിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ വിവിധ പദ്ധതികളിൽ അർഹരായിട്ടുള്ളവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. പ്രധാനമന്ത്രിക്ക് വലിയ വരവേൽപ്പ് ഇവിടെ നടക്കുന്നു, അല്ലെങ്കിൽ വരവേൽപ്പിന് ഈ വാരണാസി ഒരുക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതീവ സുരക്ഷയാണ് ഈ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ 53 വിദ്യാലയങ്ങൾക്ക്, നേരത്തെ വാരണാസിയിലെ വിദ്യാലയങ്ങൾ വിവിധ വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയതായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് പഠിക്കാൻ സൗകര്യമില്ലാത്ത വിദ്യാലയങ്ങളായിരുന്നു ഈ മേഖലയിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചപ്പോൾ ഇന്നിപ്പോൾ അവിടെയെല്ലാം ഹൈടെക് സ്കൂളുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ വാരാണസിയിലെത്തുകയാണ്. 2200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. പ്രധാന സേവകനെ സംഗീത പാതയൊരുക്കി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് വാരാണസി. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഇന്ന് ഇന്ത്യൻ ദേശീയ പതാകയുടെ പിതാവ് പിംഗളി വെങ്കയ്യയുടെ 149-ാം ജന്മദിനമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക്. ഇന്ന് പിംഗളി വെങ്കയ്യ ജന്മദിനം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനി പിംഗളി വെങ്കയ്യ. ആന്ധ്രാപ്രദേശിൽ 1876 ഓഗസ്റ്റ് 2-നായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 19 വയസ്സുള്ളപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ചേർന്ന വെങ്കയ്യ 2-ാം ബോയർ യുദ്ധത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ സേവനമനുഷ്ഠിച്ചപ്പോൾ ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്കിനെ സെല്യൂട്ട് ചെയ്യാൻ പിംഗളി വെങ്കയ്യ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സൈനികർ നിർബന്ധിതരായി. ഈ സംഭവം അദ്ദേഹത്തിൽ ഇന്ത്യക്ക് ഒരു ദേശീയ പതാക വേണമെന്ന ചിന്ത ഉണർത്തി. ഇന്ത്യക്കാരെ പ്രതിനിധീകരിക്കുന്ന ഒരു പതാകയെ അദ്ദേഹം വിഭാവന ചെയ്തു. 1921 ഗാന്ധിജിയുടെ വിജയവാഡ സന്ദർശന വേളയിൽ
വെങ്കയ്യ ഒരു ഇന്ത്യൻ ദേശീയ പതാകയുടെ രൂപകൽപ്പന മഹാത്മാഗാന്ധിക്ക് സമർപ്പിച്ചു. ഈ ആദ്യ പതാകയ്ക്ക് ചുമപ്പും പച്ചയും നിറം മാത്രമായിരുന്നു ഉണ്ടായത്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ വെള്ള നിറം കൂടി ഉൾപ്പെടുത്തി. നടുവിൽ ചർക്കയുമാണ് ഉണ്ടായിരുന്നത്. 1931 ഇവ പുനഃക്രമീകരിക്കുകയും ചുമപ്പ് കുങ്കുമ നിറമാക്കി മാറ്റുകയും ചെയ്തു. മാത്രമല്ല, ആദ്യ ദേശീയ പതാകയിൽ ചർക്കയാണ് ഉണ്ടായിരുന്നത്. 1947 ജൂലൈ 22 നടന്ന ഭരണഘടനാ അസംബ്ലി യോഗത്തിലാണ് ഇന്നത്തെ രൂപത്തിലുള്ള പതാകരൂപം അംഗീകരിക്കപ്പെട്ടത്. ദേശീയ പതാകയിലെ കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യസമരത്തിൽ നടന്ന ധീരമായ പോരാട്ടങ്ങളുടെയും രക്തസാക്ഷികളുടെയും ഓർമ്മപ്പെടുത്തലാണിത്. മധ്യഭാഗത്തെ വെള്ളനിറം സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുമ്പോൾ പച്ചനിറം സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. അശോകചക്രം ധർമ്മചക്രത്തെ സൂചിപ്പിക്കുന്നു. അശോകചക്രത്തിന്റെ 24 ആരക്കാലുകൾ ശ്രീബുദ്ധന്റെ ഉപദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അശോകചക്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്തംഭനാവസ്ഥയെ തടയുകയും നിരന്തരമായ ചലനത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇന്ത്യ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ളതാണ് ഇത്. വെങ്കയ്യ ഒരു കർഷകനും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ച വ്യക്തിയും വിദ്യാഭ്യാസ വിദഗ്ധനുമൊക്കെയായിരുന്നു. 1963 ജൂലൈ 4 86 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 2009 ഭാരത സർക്കാർ പിംഗളി വെങ്കയ്യയോടുള്ള ബഹുമാനാർത്ഥം ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. ഇപ്പോൾ പുത്തൻ പുലരി 1 മണിക്കൂർ പൂർത്തിയാവുകയാണ്. ഇനി വരുന്ന മണിക്കൂറുകളിലെ പ്രധാന വാർത്തകളിലേക്ക് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ 2200 കോടിയുടെ പദ്ധതികൾ സമർപ്പിക്കും. കിസാൻ സമ്മാൻ നിധി 20ാം ഗഡുവിന്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കും. ജമ്മുകശ്മീരിൽ ഒരു ഭീകരനെ വധിച്ച് സുരക്ഷാസേന. ഏറ്റുമുട്ടൽ അനന്ത്നാഗ് ജില്ലയിലെ അഖലാലിൽ. ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചന. മേഖലയിൽ പരിശോധന ശക്തം. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ബിലാസ്പൂർ NIA കോടതി പരിഗണിക്കും. പ്രോസിക്യൂഷൻ നിലപാട് നിർണായകം. ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തുവെന്നത് അവാസ്തവമെന്ന് BJP. കേരള സർവകലാശാലയിൽ നടപടി കടുപ്പിച്ച് VC. സിൻഡിക്കേറ്റ് റൂം പൂട്ടി. യോഗം ചേരുമ്പോൾ മാത്രം തുറന്നാൽ മതിയെന്ന് നിർദ്ദേശം. ജീവനക്കാർക്ക് സുരക്ഷ വേണമെന്ന് DGPക്ക് രജിസ്ട്രാറുടെ പരാതി. ജനം ബ്രേക്കിംഗ്. കലാഭവൻ നവാസിന് അന്ത്യാഞ്ജലി. പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. ഉച്ചകഴിഞ്ഞ് കലാഭവനിൽ പൊതുദർശനം. മരണം ഹൃദയാഘാതം മൂലമെന്ന് നിഗമനം. സിനിമാ കോൺക്ലേവിന് തലസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. സംസ്ഥാന സർക്കാർ ലക്ഷ്യം ചലച്ചിത്ര നയരൂപീകരണം. പരാതി പരിഹാര സംവിധാനത്തിൽ ചർച്ച. മോഹൻലാലും സുഹാസിനിയും മുഖ്യാതിഥികൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. അൽമുക്താദിർ തട്ടിപ്പിൽ കണ്ണടച്ച് സംസ്ഥാന സർക്കാർ. ജ്വല്ലറിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ തെളിഞ്ഞിട്ടും നടപടിയില്ല. 2000 കോടി വെട്ടിച്ചെന്ന് പ്രാഥമിക നിഗമനം. വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണം കാണാതായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ വകുപ്പുതല അന്വേഷണം ഇന്ന് തുടങ്ങും. ഉപകരണം കാണാതായതും കേടുവരുത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ DMEയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് നൽകി. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയ ന്യൂറോളജി വകുപ്പ്
മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കുടുക്കുവാനുള്ള ശ്രമമാണിതെന്ന ആക്ഷേപം ശക്തമാണ്. വിവരങ്ങളുമായി മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഒരാളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നു, അതായത് തുറന്നു പറഞ്ഞത് എന്തിന്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ അദ്ദേഹത്തെ കുടുക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്യുന്നു. അതല്ലേ സംഭവിക്കുന്നത്? കൃഷ്ണരാജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണം ക്ഷാമമുള്ളത് വലിയ രീതിയിൽ വാർത്തയാകുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടിയാണ്. ഇതോടുകൂടി ഈ പോസ്റ്റ് വലിയ രീതിയിൽ പ്രചാരമാകുകയും മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വാർത്തയാകുകയും ചെയ്തതോടെയാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായി നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടേയിരുന്നു. ഹാരിസ് ചിറക്കൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ പല പരാതികൾ നൽകിയെങ്കിൽ പോലും ഈ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും സ്വീകരിക്കാതെ വന്നതോടെയാണ് പരസ്യ പ്രതികരണം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ ഹാരിസ് ചിറക്കലിനെതിരെ നടപടികളൊന്നും ഉണ്ടാകില്ല എന്നായിരുന്നു ആരോഗ്യവകുപ്പ് അറിയിച്ചതെങ്കിൽ ആ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉപകരണക്ഷാമം അടക്കമുള്ള കാരണങ്ങൾ സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഉപകരണം നഷ്ടപ്പെട്ടു എന്നൊരു കാര്യം പറയുന്നത്. ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ഉപകരണമാണ്, ആ ഉപകരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിൽ ഉപകരണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് DMEയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി മാത്രമല്ല ഏതൊക്കെ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനായിട്ട് ബന്ധപ്പെട്ട നീക്കങ്ങളും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. DMEയുടെ നേതൃത്വത്തിലാണ് ഉപകരണം കാണാതായതും അനുബന്ധ വിഷയങ്ങളും തമ്മിലുള്ളൊരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. അന്വേഷണം നടത്തുവാൻ ആരോഗ്യവകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും നമ്മൾ ചേരുന്നുണ്ട്. ആരോഗ്യവകുപ്പ് നിരന്തരം ഇത്തരം സമീപനങ്ങളോട് ഒരു തുടർന്ന് പറച്ചിൽ അല്ലെങ്കിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് സമീപനമുണ്ടായപ്പോൾ വലിയ ഗുരുതരമായിട്ടുള്ള ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഹാരിസ് ചിറക്കൽ ഇത്തരമൊരു നീക്കം നടത്തുന്നത്, ഈ പരസ്യ പ്രതികരണം നടത്തുന്നത്. അതിൻ്റെ ഒരു പ്രതികാര നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഉപകരണം കാണാതായി എന്ന സംഭവം കൊണ്ടുവരുന്നതെന്നാണ് ഇപ്പോൾ വ്യാപകമായിട്ട് ആക്ഷേപമായിട്ട് ഉയരുകയും ചെയ്തത്. എന്തായാലും ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഈ ഉപകരണം നഷ്ടപ്പെട്ടു എന്ന കാര്യം പറയുമ്പോൾ തന്നെ ഹാരിസ് ചിറക്കൽ അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. കാരണം അന്വേഷണ സമിതിക്കും എത്രത്തോളം എന്ത് ഉപകരണം നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ ആ അന്വേഷണ സമിതി കണ്ടെത്തിയില്ല, അവർ അന്വേഷണം നടത്തിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹാരിസ് ചിറക്കലും പറയുന്നത്. എന്നാൽ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത് അതല്ല, ഉപകരണം നഷ്ടപ്പെട്ടു, അത് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ളതാണ്, കൂടുതൽ ഉപകരണങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് DMEയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം സംഘം നടത്തിയതിനു ശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. നമുക്ക് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഏത് വിധേനയും കൊടുക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിന് ഒന്നാകെ നാണക്കേടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കം ഇത് പരസ്യമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യവകുപ്പിനെ ഒന്നാകെ നാണക്കേടിലേക്ക് തള്ളിവിട്ടു എന്നൊരു ചിന്ത ആരോഗ്യവകുപ്പിനടക്കമുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടാണ് പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും പരോക്ഷമായ രീതിയിൽ മറ്റേതെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളിലൂടെ, അതായത് ഈ പരസ്യ പ്രതികരണത്തിൻ്റെ പേരിലല്ല, മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഹാരിസ് ചിറക്കലിനെതിരെ ഒരു നടപടി സ്വീകരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഈ സംസ്ഥാനത്തെ ഭരണകൂടം എത്തിയിരിക്കുന്നത്, ആരോഗ്യവകുപ്പും എത്തിയിരിക്കുന്നത് വേണം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള പ്രതികാര നടപടി തന്നെയാണ് ഈ ഉപകരണം കാണാതായ എന്നൊരു ആരോപണം ഉണ്ടാകുകയും അതിന്മേലൊരു അന്വേഷണം നടക്കുകയും ചെയ്തു. എന്തായാലും ആരോഗ്യവകുപ്പിന് തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഇട്ടിരിക്കുന്നത്. ഇതിൽ അന്വേഷണം നടത്തിയതിനു ശേഷമാകും ഉപകരണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും ഈ വിഷയത്തിൽ ഹാരിസ് ചിറക്കൽ ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു, ഉപകരണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടത് അന്വേഷണം നടത്തിയതിനു ശേഷമാണ്. പ്രതികാര നടപടിയാണോ അല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിലൂടെ വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും
പ്രതികാര നടപടി എന്ന് തന്നെയാണ് പൊതുസമൂഹം ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. വാർത്ത വന്നതോടുകൂടി തന്നെ അത് സർക്കാരിൻ്റെ ഒരു പ്രതികാര നടപടി എന്ന രീതി തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം. പൊതുവിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ തുറന്നു പറയുന്നവർക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്ന നടപടി അല്ലെങ്കിൽ CPM സർക്കാർ സ്വീകരിച്ചിരുന്ന നടപടി സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. പക്ഷേ കൂടുതൽ ഹാരിസ് ചെറുക്കലിനെ വേട്ടയാടാൻ കഴിയാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു ക്ലിയർ ആയിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. കാരണം ഇതുവരെ ആ പ്രവർത്തന വൈകല്യമായിട്ട് ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ഈ കാലയളവിൽ ഒരു ലീവ് പോലും അദ്ദേഹം എടുത്തിട്ടില്ല, തെറ്റായ രീതിയിലൊന്നും നടത്തിയിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള കുറ്റവും കുറവുകളും സംസ്ഥാന സർക്കാരിനോ ആരോഗ്യവകുപ്പിനോ കണ്ടെത്തുവാനോ കഴിഞ്ഞതൊന്നുമില്ല. ഇതുകൊണ്ടാണ് നേരിട്ടൊരു പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിനെതിരെ ഹാരിസ് ചെറുക്കലിനെതിരെ ഒരു ആക്രമണം നടത്തുവാനോ അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ ഒരു നടപടി സ്വീകരിക്കുവാനോ കഴിയാതെ പോയത്. എന്നാൽ അതിനെ മറ്റു രീതിയിൽ മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു, അത് അദ്ദേഹത്തിൻ്റെ അനാസ്ഥയാണ് എന്നതടക്കമുള്ളവ വരുത്തി തീർത്തിക്കൊണ്ട് ഒരു നടപടിയിലേക്ക് നീങ്ങാനാണ് ശ്രമമെന്നാണ് നമുക്ക് പ്രാഥമികമായി ഇതിലൂടെ മനസ്സിലാക്കുന്നത്. കൃഷ്ണരാജ്. ശരി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണം കാണാതായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ വകുപ്പുതല അന്വേഷണം ഇന്ന് തുടങ്ങുകയാണ്. ഉപകരണം കാണാതായതും കേടുവരുത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കുടുക്കാനുള്ള ശ്രമമാണെന്ന ആക്ഷേപം ശക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യക്കെതിരെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ മുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ട്രംപ് അറിയിച്ചു. റഷ്യൻ ദേശീയ സുരക്ഷാ കൗൺസിൽ ഉപാധ്യക്ഷനും മുൻ പ്രസിഡന്റുമായ ദ്മിത്രി മെദ്വദേവിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിന് മറുപടിയായാണ് നീക്കം. റഷ്യ ഇറാനെ പോലെയോ ഇസ്രയേലിനെ പോലെയോ ഉള്ള രാജ്യമല്ലെന്നും അത്തരം നിലപാടുകൾ യുക്രൈനുമായല്ല അമേരിക്കയുമായി തന്നെയുള്ള യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്നും ദ്മിത്രി മെദ്വദേവ് സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഈ റഷ്യക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണോ അമേരിക്ക? അതായത് നേരിട്ടുള്ള യുദ്ധം, അതിന് ഞങ്ങൾ ഒരുങ്ങുന്നു എന്ന് ഉറക്കെ പറയുന്നു. കൃഷ്ണ, തീർച്ചയായും നേരിട്ടുള്ള യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്ന നിലപാട് അറിയിച്ചത് ദ്മിത്രി മെദ്വദേവ് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, പഴയ റഷ്യൻ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ ഉപാധ്യക്ഷൻ കൂടിയാണ്. സ്വാഭാവികമായും ഈ ഉപാധ്യക്ഷന്റെ വാക്കുകൾ കുറേയൊക്കെ ഗൗരവത്തോടെ തന്നെ കാണണമെന്ന നിലപാട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു കുറിപ്പ്, വിവാദമായൊരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിൽ പറയുന്നത് ഇസ്രായേലിനെ പോലെയോ ഇറാനെ പോലെയോ ഒന്നുകിൽ തകരുകയോ അല്ലെങ്കിൽ വിധേയത്വം കാണിക്കുകയോ ചെയ്യുന്ന രാജ്യങ്ങളല്ല എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അമേരിക്കയുമായുള്ള യുദ്ധത്തിലേക്കായിരിക്കും ചിലപ്പോൾ അത് കലാശിക്കുക എന്നൊരു മുന്നറിയിപ്പായിരുന്നു അദ്ദേഹം നൽകിയത്. ഇതിന് പിന്നാലെയാണ് ട്രംപ് കൃത്യമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമായ ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരം എന്തെങ്കിലും നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ 2 മുങ്ങിക്കപ്പലുകളെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ റഷ്യയെ പ്രതിരോധിക്കാൻ വിന്യസിക്കാൻ നിർദ്ദേശം നൽകിയത് വിന്യസിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. തീർച്ചയായും ഇത് ഒരു സംഘർഷത്തിന്റെ സാധ്യത തുറന്നു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷേ പല രീതിയിലുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുകയും ചെയ്തിരുന്നു. യുക്രൈന് ആയുധം നൽകാനുള്ള തീരുമാനം ഈ അടുത്ത ദിവസങ്ങളിൽ തീരുമാനമെടുക്കുകയും അത് സെനറ്റ് അതിനെതിരായ പ്രമേയത്തെ തള്ളുകയും ഒക്കെ ചെയ്യുന്ന കുറെ കൂടി ശക്തമായ രീതിയിൽ യുക്രൈനെ പിന്തുണയ്ക്കാനും ആ പിന്തുണ നൽകുന്നതിന്റെ സാമ്പത്തിക ബാധ്യത യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റെടുക്കാനുമുള്ള സാധ്യതയിലേക്കൊക്കെ ഒരു അന്താരാഷ്ട്ര രീതികൾ വളർന്നു വരുന്നതിനും പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യയുടെ നിലപാടും. സ്വാഭാവികമായും റഷ്യ തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാകുന്നു അല്ലെങ്കിൽ തങ്ങളുടെ ലോകം മുഴുവനുമുള്ള മിലിറ്ററി അസറ്റിന് ഭീഷണിയാകുന്നു എന്ന ഒരു നിലപാടുണ്ടായതോടുകൂടി തിരിച്ചടിക്കാനുള്ള ഒരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ട്രംപും അതുപോലെ തന്നെ പുടിനുമായുള്ള ബന്ധം ഏതാണ്ടൊക്കെ ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന വിഷയങ്ങൾ, ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇസ്രായേലിനെ സഹായം നൽകാനുള്ള വാഗ്ദാനം വ്ളാഡിമിർ പുടിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ ആ മേഖലയിൽ കുറെ കൂടി സ്വാധീനമുറപ്പിക്കാനുള്ള റഷ്യയുടെ നീക്കത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപിന്റെ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. അതിന് സ്വാഭാവികമായ ഒരു പ്രൊവോക്കേഷൻ എന്ന രീതിയിലാണ് ദ്മിത്രി മെദ്വദേവിന്റെ വാക്കുകളും സമൂഹ മാധ്യമത്തിലെ പോസ്റ്റും പരിണമിക്കുകയും ചെയ്തത്. കൃഷ്ണരാജ്. ശരി. റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നു. തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ മുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാനാണ് ട്രംപിന്റെ നിർദ്ദേശം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.
ജമ്മുകശ്മീരിൽ ഏറ്റുമുട്ടൽ, ഒരു ഭീകരനെ വധിച്ചു. അനന്ത്നാഗ് ജില്ലയിലെ അഖല്ലാലിലാണ് സുരക്ഷാ സേനയും ഭീകരരും ഏറ്റുമുട്ടുന്നത്. ജമ്മുകശ്മീരിലെ വിവിധ മേഖലകളിൽ സുരക്ഷാ സേന പരിശോധന കർശനമാക്കി. നന്ദഗോപനൊപ്പം ചേരുന്നു. എസ് നന്ദഗോപൻ, അത് നേരത്തെ 3 പേർ ഒളിച്ചിരിപ്പുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. ഒരുപക്ഷെ അതിലൊരാളെയാകാം ഇപ്പോൾ സുരക്ഷാ സേന വധിച്ചത്, അല്ലേ? ഓപ്പറേഷൻ അഖൽ എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംയുക്ത സേന ഈ ഓപ്പറേഷന് പേര് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സൈന്യത്തിന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. നിലവിൽ ഒരു ഭീകരനെ വധിക്കാനായിട്ടുണ്ട്. എന്നാൽ 2 ഭീകരർ കൂടി ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഓപ്പറേഷൻ തുടരുകയാണ്. ജമ്മുകാശ്മീർ പോലീസിന്റെയും CRPFന്റെയും അതേപോലെ തന്നെ കരസേനയുടെയും പ്രത്യേക വിഭാഗമാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഈ മേഖലയിൽ, അതായത് ഈ കുൽഗാമിലെ അഖൽ മേഖലയിൽ ഭീകര സാന്നിധ്യമുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലേക്ക് സുരക്ഷാ സേന എത്തുകയായിരുന്നു. തുടർന്ന് പരിശോധനകൾ ആരംഭിച്ചു. പുലർച്ചെയോടെ ഈ ഭീകര സാന്നിധ്യം കൃത്യമായി സൈന്യത്തിന് അത് ബോധ്യപ്പെട്ടു. തുടർന്ന് ഭീകരരുമായി ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നു. ഇപ്പോഴും ആ ഏറ്റുമുട്ടൽ തുടരുകയാണ്. നിലവിൽ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിക്കാൻ സാധിച്ചു. കൂടുതൽ ഭീകരർ, ഏതാണ്ട് 2 ഭീകരർ കൂടി ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് സൈന്യം മനസ്സിലാക്കിയിരിക്കുന്നത്, സംയുക്ത സേന മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായിട്ടുള്ള 3 പേരെ കൊലപ്പെടുത്താൻ സാധിച്ചത്. നിരവധി ഭീകരർ ഈ മേഖലകളിലൊക്കെ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്, തമ്പടിപ്പിച്ചുണ്ട്. ഈ അമർനാഥ് തീർത്ഥയാത്രയടക്കം അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജമ്മുകാശ്മീരിൽ ഉടനീളം കർശനമായ പരിശോധനകളും അതേപോലെ തന്നെ സെർച്ച് ഓപ്പറേഷനുകളും മറ്റും പല മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൈന്യം ഇത്തരം ഒരു പരിശോധനയ്ക്ക് പോയതും ഒപ്പം തന്നെ ഈ സൈനിക വിഭാഗത്തിന് ഈ ഭീകരരുമായി കോണ്ടാക്ട് കിട്ടി അവരെ വധിക്കാൻ സാധിച്ചതും. കൃഷ്ണരാജ്. ശരി, ജമ്മുകാശ്മീരിലെ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ സൈന്യം വധിച്ചു. അതാണ് അപ്ഡേഷൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ. അൽമുക്താദിർ ജ്വല്ലറിയുടെ സാമ്പത്തിക തട്ടിപ്പിൽ നടപടിയെടുക്കാതെ സംസ്ഥാന സർക്കാർ. കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ ധനശേഖരണവും നടന്നുവെന്ന് ഇൻകം ടാക്സ് റെയ്ഡിൽ വ്യക്തമായിട്ടും അൽമുക്താദിർ ജ്വല്ലറിക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മതം പറഞ്ഞും മതനേതാക്കളെ ഉപയോഗിച്ചും അൽമുക്താദിർ ജ്വല്ലറി ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം തട്ടിയെടുത്തത് 2000 കോടിയിലേറെ രൂപയാണെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് വീണ്ടും ചേരുന്നു. പ്രശാന്ത്, വലിയ തട്ടിപ്പ്, 2000 കോടി രൂപയുടെ തട്ടിപ്പ്, അതും അതിലേറെയും മലയാളികളെയാണ്. നോക്കൂ, തട്ടിപ്പുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടിട്ടും ഇൻകം ടാക്സ് റെയ്ഡിൽ അത് വ്യക്തമായിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കണ്ണടയ്ക്കുന്നു? കൃഷ്ണരാജ്, അത് തന്നെയാണ് വലിയ രീതിയിൽ ചോദ്യചിഹ്നമായി ഉയരുന്നത്. വ്യാപകമായി സംസ്ഥാനത്തുടനീളം ഈ അൽമുക്താദ് ജ്വല്ലറിക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്, FIRകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നത് 400-ലധികം FIRകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ രീതിയിൽ പലയിടങ്ങളിൽ വിവിധ ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും, അതായത് മുക്താദിർ ജ്വല്ലറിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളടക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇൻകം ടാക്സ് റെയ്ഡിൽ വലിയ രീതിയിൽ ക്രമക്കേട്, കള്ളപ്പണം വെളുപ്പിക്കൽ, അതോടൊപ്പം തന്നെ മണി ചെയിൻ മാതൃകയിൽ ധനസമാഹരണം എന്നതടക്കമുള്ള വിവിധ കുറ്റകൃത്യങ്ങൾ തെളിയുകയും ചെയ്തു. എന്നിട്ടും സംസ്ഥാന സർക്കാർ വെച്ചുപുലർത്തുന്ന സമീപനം ആണ് ഇപ്പോൾ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഇതുവരെ അൽമുക്താദിർ ജ്വല്ലറിയുടെ ഉടമയ്ക്കെതിരെയോ ഉടമ മൻസൂറിനെതിരെയോ അല്ലെങ്കിൽ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തുകൊണ്ട് ആണ് ഇത്തരമൊരു സമീപനം, എന്തുകൊണ്ടാണ് മൻസൂറിനെ സംരക്ഷിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയും ചെയ്യുന്നു. വലിയ രീതിയിൽ അതായത് ഒരു സംസ്ഥാന വ്യാപകമായി ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ഈ മൻസൂർ നടത്തിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പിന് മറ്റ് മതനേതാക്കളെ ഉപയോഗിക്കുകയും ചെയ്തു. അതായത് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയതിലെ ഒരു വലിയ ഭൂരിഭാഗവും തട്ടിപ്പ് നടത്തിയത്. അതിലും ആ ഇസ്ലാമിക വിശ്വാസത്തിൽപ്പെട്ട പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായതിൽ ഏറിയ പങ്കും. കാരണം അവർ അവരുടെ ജീവനാംശമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതകാലത്തിൽ സമ്പാദിച്ച പണം സ്വരുക്കൂട്ടി മകളുടെ കല്യാണത്തിന് വേണ്ടിയും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും കരുതി വെച്ച പണം, ആ പണം ജ്വല്ലറി നിക്ഷേപിക്കും, നിങ്ങൾ പറയുന്ന സമയത്ത്, ആവശ്യപ്പെടുന്ന സമയത്ത് പലിശരഹിതമായിട്ട്, അതായത്
പണിക്കൂലി രഹിതമായിട്ട് സ്വർണം നൽകാം, അത് മാത്രമല്ല നിങ്ങളുടെ പണം സൂക്ഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അതിൽ നിന്നൊരു പലിശ എന്ന നിലയിൽ ഒരു മാസം ഒരു പലിശ കൂടി ഈ കമ്പനി നൽകും, അതായത് അൽമുക്താദ് ജ്വല്ലറി എന്ന ഗ്രൂപ്പ് നൽകും എന്നതടക്കമുള്ള മോഹന വാഗ്ദാനങ്ങൾ കൂടി നൽകുകയും അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് മണി ചെയിൻ മാതൃകയിൽ ധനസമാഹരണം നടത്തിയെന്ന കണ്ടെത്തൽ, ഇൻകം ടാക്സ് വകുപ്പിൻ്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞത്. ഇത്തരം രീതിയിൽ ആണ് ഈ കുറ്റകൃത്യം നടത്തുന്നത്. അത് വ്യാപകമായിട്ട് ഇത് ശൃംഖല വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. മാത്രമല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൽ തന്നെ ഒരു ജ്വല്ലറി സ്ഥാപനത്തിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ പരമാവധിയിൽ ആളുകളെയാണ് അവിടെ ജീവനക്കാരായി നിയോഗിച്ചത്. ഈ ജീവനക്കാരെ നിയോഗിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് സമാനമായ ഈ രീതിയിൽ തന്നെ വരുന്ന കസ്റ്റമർ, അതായത് ഒരു ജ്വല്ലറിയിൽ വരുന്ന കസ്റ്റമറെ സമീപിക്കുവാനും അവരുടെ പേര് വിവരങ്ങളും പ്രാദേശിക സ്ഥലങ്ങളും ശേഖരിക്കുകയും അതുവഴി അവരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ഈ പണം നിക്ഷേപിക്കുവാനുള്ളൊരു നീക്കം നടത്തുകയും ചെയ്തു. ഇത് അല്ല, ഈ തട്ടിപ്പിനിരയായവരുടെ പ്രതിഷേധവും ശക്തമാണല്ലോ. അവരെ പോലും സർക്കാർ പരിഗണിക്കുന്നില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻകം ടാക്സിന്റെ റെയ്ഡ് മറച്ചു വയ്ക്കാം, അല്ലെങ്കിൽ അതിൽ നടപടിയെടുക്കേണ്ടതെന്ന് തീരുമാനിക്കാം, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഈ പ്രതിഷേധിക്കുന്നവരുടെ ആവശ്യങ്ങൾ പോലും പരിഗണിക്കപ്പെടാതെ പോകുമ്പോഴല്ലേ കൂടുതൽ കുഴപ്പമാകുന്നത്? കൃഷ്ണ, തീർച്ചയായും. കാരണം പ്രതിഷേധിക്കുന്നവരുടെ പ്രതിഷേധം കൂടി കണക്കിലെടുക്കാതെയാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലും പ്രതിഷേധം ശക്തമായ രീതിയിൽ അവർ നടത്തിയിരുന്നു. കാരണം ഓരോ വ്യക്തിയിൽ നിന്നും നഷ്ടപ്പെട്ട തുക എന്ന് പറയുന്നത് 10 ലക്ഷത്തിനും ഒരു 30-40 ലക്ഷത്തിനും ഇടയിലുള്ള തുകയാണ്. അത്രയും വലിയ തുകയാണ്. 10 ലക്ഷം നിക്ഷേപിച്ചവരുണ്ട്, 20 ലക്ഷം നിക്ഷേപിച്ചവരുണ്ട്, അതോടൊപ്പം തന്നെ 30-40 ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ആളുകളും ഈ ഉപഭോക്താക്കളായിട്ട് ഇതിലുണ്ട്. ഇവരെല്ലാമാണ് കഴിഞ്ഞ ദിവസം ഒരു ഫോറം എന്ന നിലയിൽ ഒരു ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ട് പ്രതിഷേധം നടത്തിയത്. പല സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ട് പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ആ പ്രാദേശിക പ്രതിഷേധങ്ങൾക്ക് ഫലം കാണാതെ വന്നതോടെയാണ് സംസ്ഥാന സർക്കാർ കണ്ണു തുറക്കട്ടെ എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ ഭരണശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് എത്തപ്പെട്ടത്. എന്നിട്ടും സംസ്ഥാന സർക്കാർ കണ്ണടയ്ക്കുന്നൊരു സമീപനമാണ് ഈ അൽമുക്താദിർ ജ്വല്ലറിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയും ഇക്കാര്യങ്ങൾ, അതായത് മൻസൂറിനെ അറസ്റ്റ് ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക അത് തിരിച്ച് ലഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട, അതായത് ഈ അൽമുക്താദ് ജ്വല്ലറിക്കെതിരായ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായിട്ടെല്ലാം മുന്നോട്ട് പോകാനുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ പോലും ഇത്രയും രീതിയിൽ വ്യാപകമായ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലും പ്രാഥമികമായിട്ട് ജ്വല്ലറിയുടെ ഭാഗത്തു നിന്നും ജ്വല്ലറിയിൽ നിന്നും തട്ടിപ്പ് നടത്തിയെന്ന് തെളിവുകൾ ലഭിച്ചിട്ട് പോലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അൽമുക്താദിർ ജ്വല്ലറിയുടെ സാമ്പത്തിക തട്ടിപ്പിൽ നടപടിയെടുക്കാതെ സംസ്ഥാന സർക്കാർ, അത് കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ ധനശേഖരണവുമാണ് എന്ന് ഇൻകം ടാക്സ് റെയ്ഡിൽ വ്യക്തമാണ്. മാത്രമല്ല പ്രതിഷേധം മറുവശത്ത് ശക്തവുമാണ്. അതുമല്ല, മതം പറഞ്ഞും മതനേതാക്കൾ ഉപയോഗിച്ചുമാണ് ഈ തട്ടിപ്പൊക്കെ നടത്തിയതെന്നതും ശ്രദ്ധേയമാണ്. എന്നിട്ട് പോലും 2000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പെന്ന് വ്യക്തമായിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കണ്ണടച്ചിരുട്ടാക്കുന്നു? ആ ചോദ്യമാണ് പ്രസക്തമാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. വീണ്ടും ഇടവേള. ആലപ്പുഴ മുഹമ്മ ABV ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നടത്തിപ്പിൽ വ്യാപക ക്രമക്കേടെന്ന ആക്ഷേപം നിലനിൽക്കെ സ്കൂളിൽ വിജിലൻസ് പരിശോധന. 3 അധ്യാപകർ സ്കൂളിൽ ഹാജരാകാതെ ശമ്പളം വാങ്ങിയിരുന്നതായും താൽക്കാലിക നിയമനങ്ങൾ നടത്തിയിരുന്നതായും അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതി തേടാതെയാണെന്നും കണ്ടെത്തി എന്നാണ് വിവരം. നടപടി അട്ടിമറിക്കാൻ കരുനീക്കവുമായി CPM നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെൻറ്റും CPM നേതൃത്വവും രംഗത്തുണ്ട്. പ്രതിഷേധവുമായി BJPയും. CPM നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെൻറ്റും ചില ജീവനക്കാരും വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിവന്ന തട്ടിപ്പാണ് ആലപ്പുഴ മുഹമ്മ AB വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലൂടെ പരസ്യമായത്. സ്കൂളിലെ 3 അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് ഈ അധ്യാപകരെയോ പരസ്പരം അറിയില്ലെന്ന് വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞതായാണ് വിവരം. കഴിഞ്ഞ ദിവസം വിജിലൻസ് എൻക്വയറി നടക്കുകയുണ്ടായി. വളരെ ഗൗരവതരമായിട്ടുള്ള ഈ സംഭവത്തിൽ ഇവിടെ നിന്ന് തന്നെ കൃത്യമായിട്ടും ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് എൻക്വയറി നടത്തുകയും ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ 3 അധ്യാപകരാണ് സ്ഥിരമായിട്ട് സ്കൂളിൽ വരാതെ കൃത്യമായി ശമ്പളം കൈപ്പറ്റുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുകയും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ
വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ കുട്ടികൾക്ക് പോലും ആ അധ്യാപകരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. സ്കൂളിൽ ഹാജരാകാത്ത അധ്യാപകർക്ക് പകരം തുച്ഛവേതനം നൽകി വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാതെ ക്ലാസ് നടത്തുകയാണ് ചെയ്യാറ്. വിജിലൻസിന്റെ പിടിവീണതോടെ നടപടി ഒഴിവാക്കാനുള്ള നീക്കം CPM ശക്തമാക്കി. ഹാജരാകാതിരുന്ന ചില അധ്യാപകർക്ക് ലീവ് അനുവദിച്ചതായി രേഖയുണ്ടാക്കി രക്ഷപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത്. അന്യായമായ നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടേണ്ട തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് ആണ് ഈ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിലവിലുള്ള അധ്യാപകർ ലീവ് എടുക്കാതെ തങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ബിനാമിയായിട്ടുള്ള അധ്യാപകർക്ക് കൊടുത്തുകൊണ്ട് നടക്കുന്നൊരു വലിയ പകൽക്കൊള്ള ഒരു അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരം സമാന സ്വഭാവത്തിൽ നിരവധി വിഷയങ്ങൾ NDAയുടെ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട് മറ്റ് ചില വിഷയങ്ങൾ കൂടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനം തികഞ്ഞ അലംഭാവവും അഴിമതി നിറഞ്ഞതുമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് NDAയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയില്ലാതെ അധ്യാപിക തസ്തികയിൽ നിയമനം നടത്തിയ ശേഷം ശമ്പളം നൽകിയില്ലെന്ന പരാതിയും നിലനിൽക്കുന്നു. സ്കൂളിൽ വരാതെ ശമ്പളം വാങ്ങി തട്ടിപ്പ് നടത്തിയ അധ്യാപകരെയും അതിന് കൂട്ടുനിന്ന സ്കൂൾ മാനേജ്മെന്റിനെയും പിരിച്ചുവിട്ട് അവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഈ ആവശ്യവുമായി NDA സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇതേസമയം വിജിലൻസ് പരിശോധന നടന്നതായി അറിയില്ലെന്ന് DDയും ഹാജരാകാതിരുന്ന അധ്യാപകർ മെഡിക്കൽ ലീവിലായിരുന്നുവെന്ന സ്കൂൾ പ്രധാന അധ്യാപികയും ജനം TVയോട് പറഞ്ഞു. സ്കൂൾ മാനേജർ മറുപടി നൽകാതെ ഫോൺ കട്ട് ചെയ്തു. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. पिछले 8 वर्ष में 15,000 करोड़ रुपए से अधिक के निवेश को जमीनी धरातल पर उतारा है. 40,000 से अधिक नौजवानों को यहाँ पे उद्योगों में नौकरी दी है. പരിചയപ്പെടാം നിക്ഷേപ സൗഹൃദ UPA. യോഗി ഭരണകാലത്ത് ആകർഷകമായ നിക്ഷേപ കേന്ദ്രമായി ഉത്തർപ്രദേശ്. സുസ്ഥിരവും സന്തുലിതവുമായ വികസനം. നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ഇൻവെസ്റ്റ് UP. യോഗി സർക്കാർ നൽകുന്ന ഉറപ്പുകൾ. നേരിട്ടുള്ള വ്യവസായ പങ്കാളിത്തം. വേഗത്തിൽ അനുമതി. നിയമങ്ങളിൽ സുതാര്യത. കേന്ദ്ര സർക്കാരിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം. മേക്ക് ഇൻ UP. ബ്രാൻഡ് UP. ഡേറ്റാ സെന്റർ ഹബ്. രാജ്യത്തിന്റെ IT ഇലക്ട്രോണിക്സ് വിപ്ലവത്തിന്റെ കേന്ദ്ര ബിന്ദു. പ്രതിരോധ വ്യവസായ ഇടനാഴിയിലൂടെ കൂടുതൽ നിക്ഷേപം. AI ലക്നൗ. വാരാണസി ലക്നൗ ടെക് ഹബ്. സെമി കണ്ടക്ടർ പവർ ഹൗസ്. നിക്ഷേപ പ്രക്രിയയിൽ വിപ്ലവ മാറ്റങ്ങൾ കൊണ്ടുവന്ന നിവേശ് മിത്ര എന്ന ഏകജാലക പോർട്ടൽ. UP വിളിക്കുകയാണ് നിക്ഷേപകരെ ഇതിലെ. Warrior Shirts and Maurya Vastra Ethnic Collections. Warrior, for the warriors of life. യെസ്, ഓഗസ്റ്റ് 2 ശനിയെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ദൃശ്യം സിനിമയിലെ മോഹൻലാലിൻ്റെ ഡയലോഗാണ്. അതായത് തിരിച്ചും മറിച്ചും പോലീസുകാർ ചോദിക്കും, നമ്മൾ ഓഗസ്റ്റ് 2 ധ്യാനത്തിന് പോയെന്നേ പറയാവൂ എന്ന്. പക്ഷേ ഓഗസ്റ്റ് 2 മറ്റെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതായത് ഇന്ന് 6 മിനിറ്റ് നേരം ഭൂമി അന്ധകാരത്തിലാഴും. വീണ്ടും സമ്പൂർണ്ണ സൂര്യഗ്രഹണം വരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു വാർത്തയാണിത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? 100 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണഗ്രഹണം സംഭവിക്കുമെന്നത് നാസ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന്നല്ല, പരിശോധിക്കാം. അതിനു മുൻപ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്
നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണ്. അതെന്താണെന്നറിയില്ല, അത് അന്വേഷണം നടക്കട്ടെ. ഇതിനുശേഷം പരിശോധന നടന്നിരുന്നു ഡോക്ടറുടെ ഈ പരാതികൾക്ക് ശേഷം ഈ ഇപ്പോൾ ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നിരുന്നു. അതിനകത്താണോ ഇത് കണ്ടെത്തിയെന്ന് പറയുന്നത്? അപ്പം അവിടെ അങ്ങനെ പരിശോധന ഒന്നും അടുത്ത കാലത്തൊന്നും നടന്നിരുന്നില്ല. നടന്നിട്ടില്ല. ഇതിപ്പോ എല്ലാ വർഷവും ഓഡിറ്റ് ഉണ്ടെന്നാണ് അതെ പറഞ്ഞിരുന്നത്. അതെ പുറമെ ഇങ്ങനെ അന്വേഷണം വരുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു മിസ്സിംഗ് ഉണ്ട് എന്നുള്ളതല്ലേ പൊതുസമൂഹത്തിലുണ്ടാകുന്നൊരു സംശയം. ഇല്ല, അതറിയില്ല. അതെന്തായാലും അന്വേഷണം നടക്കട്ടെ. ഡോക്ടർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും അന്വേഷിക്കണമെന്നുള്ളത്? അല്ല, ഇന്നിപ്പോൾ ഞാൻ ഇന്നും നാളെ അവധിയിലാണ്. ഞാനിപ്പോൾ ഇത് 2 ദിവസം ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ തിങ്കളാഴ്ച മുതലേ ഇനിയും ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ പോയി ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത രോഗികളെ നോക്കിയിട്ട് ഞാൻ തിരിച്ചു പോകും. ഇന്ന് അവധിയിലാണ്. അപ്പം തിങ്കളാഴ്ച മുതലേ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകത്തുള്ളൂ. അപ്പോൾ അതുപോലെ അന്ന് എൻ്റെ അന്വേഷണം എന്താണെന്നുള്ളത് തിങ്കളാഴ്ച മുതലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഡോക്ടർ ഇല്ലാതെ അന്വേഷണം നടത്തിയാൽ അത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂറോളജി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനാണ് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി DMക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. ഡോക്ടറിന്റെ സാന്നിധ്യം വേണ്ടതല്ലേ? അവർ തിങ്കളാഴ്ച മുതൽ അന്വേഷിച്ചോട്ടെ. തിങ്കളാഴ്ച എനിക്ക് അവധി എടുക്കാമല്ലോ. ഇന്നും നാളെ അവധിയിലാണ്. തിങ്കളാഴ്ച മുതൽ താങ്കൾ സഹകരിക്കും. ഡോക്ടർ, ഞാൻ നേരത്തെ ചോദിച്ചത് ഡോക്ടർ പത്മകുമാർ ഇത് കണ്ടെത്തി എന്ന് പറയുന്നത് അവിടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് കണ്ടെത്തുക? പത്മകുമാർ ഇത് ഇപ്പോൾ ഈ ഉപകരണം കണ്ടെത്തിയില്ല എന്ന് പറയുന്നത് ഉപകരണം ഇല്ല എന്ന് കണ്ടെത്തിയത് പിന്നെ എങ്ങനെയാണെന്നാണ് കരുതുന്നത്? അല്ല, ആരാ പത്മകുമാർ? ആരാണ്? ഒരു ആദ്യം നടത്തിയ അന്വേഷണം വിദഗ്ധ സമിതിയുടെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നല്ലോ. അന്വേഷണ സമിതി അവരതിനെപ്പറ്റി അത് എങ്ങനെ അന്വേഷിച്ചു എന്ന് എനിക്കറിയില്ല. അവർ കാരണം ഇത് ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള സാധനങ്ങൾ. അത് മോഴ്സിലേറ്റർ എന്ന് മാത്രമല്ല, മോഴ്സിലേറ്റർ എന്നാണ് എന്നെ പറയുന്നത്. മോഴ്സിലേറ്റർ അതിനാണ് ആവശ്യം. മോഴ്സിലേറ്ററിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മോഴ്സിലോസ്കോപ്പ് എന്ന് പറയുന്നത്. മോഴ്സിലേറ്ററാണ് പ്രധാനപ്പെട്ട സാധനം. അതിനാണ് വിലയുള്ളത്. അതിനാണ് ഈ 12 ലക്ഷം രൂപയുള്ളത്. മോഴ്സിലോസ്കോപ്പിന് ചെറിയ വിലയുള്ള സാധനമാണ്. അത് 2 ലക്ഷത്തിന് താഴെയുള്ള ചെറിയ സാധനമാണ്. മോഴ്സിലേറ്ററാണ് പ്രധാനപ്പെട്ട ഭാഗം. അതാണ് 14 ലക്ഷം രൂപയുടെ പ്രധാനപ്പെട്ട മെഷീൻ. അത് ഈ പറഞ്ഞതുപോലെ അത് ഇപ്പോൾ തൽക്കാലം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഔട്ട്ഡേറ്റഡ് ആണെന്നല്ല. അതിനെപ്പറ്റി പരിചയമുള്ള ഡോക്ടർമാർ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അത് വെച്ച് ആദ്യം ചെയ്ത കേസ് തന്നെ അത് വളരെ കോംപ്ലിക്കേഷനായി പേഷ്യൻ്റ് ഏതാണ്ട് മരണത്തിനടുത്തെത്തിയ ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ അത് അന്ന് ഇത് ഞാൻ ഇരിക്കുന്നതിന് മുമ്പേ, ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പേ പഴയ ഡോക്ടറാണ് അത് വരുത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് പരിചയമുണ്ടെന്നുള്ള ഇതിലാണ് അത് വരുത്തിച്ചത്. എന്നിട്ട് അത് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നുള്ള അതിൻ്റെ ഒരു വിദഗ്ധനായിട്ട് ചേർന്ന് ഇവിടെ ഒരു പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ചെയ്ത് അത് വളരെ ശരിയായ ഭയങ്കരമായ കോംപ്ലിക്കേഷനിലെത്തി. അത് രാവിലെ 8 മണിക്ക് തുടങ്ങി ഓപ്പറേഷൻ തീർന്നത് വൈകുന്നേരം 8 മണിക്ക് എന്തോ ആണ്. അത് ആദ്യം ചെയ്തു. പിന്നെ അത് രണ്ടാമത് ഓപ്പറേഷൻ രണ്ടാമത് തുറന്നു, മൂന്നാമത് തുറന്നു. അങ്ങനെ പിന്നെ പേഷ്യൻ്റ് അവരുടെ ഭാഗത്തു നിന്ന് പരാതികളൊക്കെ വരികയും ചെയ്തിരുന്നതാണ്. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ രോഗി രക്ഷപ്പെട്ടു പോയതാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ആ ഉപകരണം വെച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനോ അതിൻ്റേതായിട്ടുള്ള പരിചയം ഇല്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കാറില്ല. അത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചെറിയ രോഗത്തിനുള്ളത്. അത് നമുക്ക് സാധാരണ ദിവസവും ചെയ്യുന്ന അരമണിക്കൂർ ചെയ്യുന്ന TRP എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യുന്ന ആ ടെക്നിക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പുതിയ ടെക്നോളജി. അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് ചെയ്യാനുള്ള ആവശ്യവും ഇല്ല, നമുക്കത് ചെയ്യാനുള്ള സമയവും കിട്ടത്തില്ല. അത് തീരാൻ തന്നെ സമയം ഒരുപാട് എടുക്കും. പിന്നെ നമുക്ക് പരിചയമില്ലാത്തത് വെറുതെ ചെയ്ത രോഗിയൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. കാണാതായതല്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഉപയോഗിക്കുന്നില്ല. അത് നമുക്ക് പരിചയമുള്ളതല്ല. ഞങ്ങൾക്ക് 6 ഡോക്ടർമാരുണ്ട്. 6 ഡോക്ടർമാർക്ക് ആർക്കും ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്ക് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രോസ്റ്റേറ്റിനുള്ള ഓപ്പറേഷൻ ഡെയിലി 2-3 വെച്ച് നമ്മളല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്ത് വെറുതെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് നമ്മൾ ചെയ്ത് അത് പ്രശ്നങ്ങളാക്കണ്ട. പിന്നെ ഉപകരണം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അംഗീകാരത്തിനൊക്കെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വേണം. PG കോഴ്സ് എന്തോ അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. അത് പരിചയമില്ലാത്തതുകൊണ്ടാണ് അത് വെച്ച് ഉപയോഗിക്കുക. അത് മാത്രമാണ് നമുക്ക് ഉപയോഗത്തിൽ ഇല്ലാത്ത ഒരു സാധനം. നമ്മളത്
അത് ഉപയോഗിക്കുന്നില്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഡോക്ടർമാർ അതിന് പോയി അതിന് വേറെ ഏതെങ്കിലും സെൻറ്ററിൽ പോയി അത് ചെയ്ത് കുറച്ച് 1 മാസമെങ്കിലും ട്രെയിനിങ് എടുത്തിട്ട് വന്നാൽ നമുക്കത് ചെയ്തു തുടങ്ങാമെന്നാണ് ഞാൻ കൂടുതലുള്ള ഡോക്ടർമാരോട് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു മാസത്തേക്ക് ഒരു ഡോക്ടറെ പറഞ്ഞു വിടാനുള്ള ഇപ്പോഴത്തെ നമുക്ക് മാൻ പവർ ഇല്ല. അതെ അതെ ഉപകരണം ഉണ്ടോന്നല്ല, ഇത് ഉപകരണത്തിൻ്റെ ഫോട്ടോ പല പ്രാവശ്യം ഇത് MP ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് പല പ്രാവശ്യം ഈ ഫോട്ടോ എടുത്ത് അയക്കേണ്ടി വന്നിട്ടുണ്ട്. കളക്ടറേറ്റിലേക്ക് പല പ്രാവശ്യം അയച്ചിട്ടുണ്ട്. കളക്ടറേറ്റിൽ തന്നെ വന്ന് ഉദ്യോഗസ്ഥർ വന്ന് അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തതാണ്. അസ്വാഭാവികമായിട്ടൊന്നും കേടായിട്ടൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഉപകരണങ്ങൾ കേടാവും. ഉപകരണങ്ങൾ അടിക്കടി കേടാവുന്നാറുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഞങ്ങൾ 6 ഡോക്ടർമാരുണ്ട്, കൂടാതെ 18 റെസിഡൻറ്റ് ഡോക്ടർമാരുണ്ട്. അവർക്കെല്ലാം ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി പോലെയാണ്, അത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് ഇയർ റെസിഡൻറ്റ് മുതലേ നമ്മളത് ഉപയോഗിക്കാനുള്ള പരിശീലനം കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കേടുപാടുകൾ വരും. നമ്മളിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സിംഗിൾ ഡോക്ടർ ഉപയോഗിക്കുന്ന അത്രയും ഒരു ലൈഫ് ഒരിക്കലും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ടീച്ചിങ് ഹോസ്പിറ്റലിൽ കിട്ടില്ല. മാൻ പവർ ഷോർട്ടേജ് വലുതായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് 2 വേക്കൻസി ഫില്ലാവാനുണ്ട്. അതിനകത്ത് ഇനിയും ഒരു ഡോക്ടർ അങ്ങോട്ട് ട്രാൻസ്ഫർ ഓർഡർ ആയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ നമ്മൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. പുതിയ ഡോക്ടർ വരുന്നത് വരെ അദ്ദേഹം പോകരുത്. എൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത്. മറ്റൊരു കാര്യം കൂടി വരുന്നത്, അതിനും താങ്കൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ കണ്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് കൂടുതൽ കുരുക്കിലേക്ക് താങ്കളെ നിൽക്കുകയാണെന്ന് സംശയിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഇന്നലെ അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. ഇന്നലെ തന്നെ അതിനെപ്പറ്റി കൂടുതൽ ഈ പ്രശ്നങ്ങളിലേക്കൊന്നും പോവില്ല എന്നാണ് ഉറപ്പ് തന്നതാണ്. ഇനി തിങ്കളാഴ്ച പോകുമ്പോഴേ നമ്മൾ ഇനി അന്വേഷണങ്ങളായിട്ടൊക്കെ സഹകരിക്കത്തുള്ളൂ. തിങ്കളാഴ്ച പോകുന്നുള്ളൂ. അദ്ദേഹം 2 ദിവസം അവധിയിലാണ്. അത് കഴിഞ്ഞ് അവിടെ ചെല്ലും. അപ്പോൾ അന്വേഷണം നടക്കുന്നുവെങ്കിൽ സഹകരിക്കും, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ ഈ ഉപകരണം കാണാതായി എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ്. ഉപകരണം കാണാതായിട്ടില്ല, ഉപകരണം മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് 6 ഡോക്ടർമാരുണ്ട്, 6 പേർക്കും ആ ഉപകരണം ഉപയോഗിക്കേണ്ട വിധം തൽക്കാലം അറിയില്ല, അത് പഠിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റിവെച്ചിരിക്കുകയാണ്, കാണാതായിട്ടില്ല. ഇനി അസ്വാഭാവികമായി എന്തെങ്കിലും ഉപകരണങ്ങൾ കേടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സ്വാഭാവികമായി കേടാവുന്നത് പതിവാണ്. കാരണം ഒരേ മെഷീൻ 6 പേരൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൽ കേടുവരിക സ്വാഭാവികമാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശരി, നേരത്തെ പൂർത്തിയാക്കാനാകാതെ പോയ വാർത്തയിലേക്ക്. ഓഗസ്റ്റ് 2-ന്, അതായത് ഇന്ന് 6 മിനിറ്റ് നേരം ഭൂമി അന്ധകാരത്തിലാകും. വീണ്ടും സമ്പൂർണ്ണ സൂര്യഗ്രഹണം വരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു വാർത്തയാണിത്. എന്നാൽ ഇതിൽ എത്രത്തോളം ശരിയുണ്ട്, സത്യമുണ്ട്? 100 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണഗ്രഹണം സംഭവിക്കുമെന്നത് നാസ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്നല്ല. പരിശോധിക്കാം. പ്രകൃതിയിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന പ്രതിഭാസങ്ങളിലൊന്ന്. തെളിഞ്ഞ പകലിനെ രാത്രിയാക്കി മാറ്റാൻ കഴിയുന്ന അപൂർവ ആകാശവിസ്മയം. അതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം. ഓഗസ്റ്റ് 2-ന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നതോടെ ആകാശവിസ്മയം നേരിട്ട് കാണാൻ ഒരുങ്ങിയിരിക്കുകയാണ് ചിലർ. എന്നാൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിക്കേണ്ടെന്നാണ് ശാസ്ത്രലോകം വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റ് 2-ന് അത്യപൂർവമായ സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കും എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അത് ഇപ്പോഴല്ല. കൃത്യം 2 വർഷങ്ങൾക്കപ്പുറം 2027 ഓഗസ്റ്റ് 2-നാണ്. 2 മുതൽ 4 മിനിറ്റ് വരെ മാത്രമേ നീണ്ടു നിൽക്കൂ. എന്നാൽ ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ്
നൂറ്റാണ്ടിൻ്റെ സൂര്യഗ്രഹണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2027 സൂര്യഗ്രഹണം ചില പ്രദേശങ്ങളിൽ ഏകദേശം 6 മിനിറ്റും 23 സെക്കൻഡും വരെ നീണ്ടുനിൽക്കും. 1991 2114 ഇടയിൽ കരയിൽ നിന്നും ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും അത്. പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ പാത 11 രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്നു. നിർഭാഗ്യവശാൽ ഭാരതം ആ പാതയിലില്ല. പക്ഷേ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമാകും. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും 2027 ഗ്രഹണം കാണാൻ കഴിയും. വാസ്തവവിരുദ്ധമായ വാർത്ത വിശ്വസിച്ച് ഗ്രഹണം കാണാൻ ഒരുങ്ങിയിരുന്നവർ പൂർണ്ണമായും നിരാശനാവുകയും വേണ്ട. 2025 സെപ്റ്റംബർ 21 അടുത്ത ഭാഗിക സൂര്യഗ്രഹണം. ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം എന്നിവിടങ്ങളിൽ നിന്നും ഇത് ദൃശ്യമാകും. 2026 ഓഗസ്റ്റ് 12 അടുത്ത പൂർണ്ണ സൂര്യഗ്രഹണവും കഴിഞ്ഞാണ് നൂറ്റാണ്ടിന്റെ ഗ്രഹണം വന്നെത്തുന്നത്. സയൻസ് ഡെസ്ക്, ജനം. സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര നയരൂപീകരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്നും നാളെയുമായി കേരള നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ച് നടത്തുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. ഉദ്ഘാടന സമ്മേളനത്തിൽ അതിഥികളായി മോഹൻലാലും സുഹാസിനി മണിരത്നവും എത്തും. രാവിലെ 10 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. മലയാള സിനിമയിൽ ലിംഗനീതിയും ഉൾക്കൊള്ളലും, തൊഴിൽ കരാർ, പണിയിടം, നിയമപരമായ ചട്ടക്കൂടുകളും സന്തുലിതമായ പരാതി പരിഹാര സംവിധാനവും ചർച്ചയ്ക്ക് വരും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഏറ്റവും പ്രധാനം പരാതികൾ പരിഹരിക്കാൻ ഒരിടം, അതാണല്ലോ. അങ്ങനെ സിനിമാ മേഖലയ്ക്ക് എത്ര കണ്ട് നിർണായകമാണ് ഈ കോൺക്ലേവ്? തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ മേഖലയ്ക്ക് ഏറ്റവും നിർണായകമായ കാര്യമായിരിക്കും ഒരുപക്ഷെ ഈ കോൺക്ലേവ് എന്ന് പറയുന്നത്. കഴിഞ്ഞ നവംബറിൽ കോൺക്ലേവ് നടത്തുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ നിർദ്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഈ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു എന്ന ആശയത്തിന് പിന്നാലെ ഷാജി എൻ കരുണിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു നയരൂപീകരണ കമ്മിറ്റി നിർമ്മിച്ചിരുന്നു. ആ കമ്മിറ്റിയിൽ പ്രകാരം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഷാജി എൻ കരുണിൻ്റെ മരണത്തിനു ശേഷം ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, മോഹൻലാൽ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംവിധായകനായ വെട്രിമാരൻ, അതോടൊപ്പം തന്നെ മണിരത്നം, നായിക സിനിമാ മേഖലയിൽ നിന്നുള്ള പത്മപ്രിയ, വിമലാരാമൻ തുടങ്ങിയ ആളുകൾ ഈ സിനിമാ കോൺക്ലേവിൽ പങ്കെടുക്കും. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കപ്പെടുന്ന പല പ്രശ്നങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരുന്നു. അതിൽ തൊഴിൽ ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും റിപ്പോർട്ടിൽ വന്നിരുന്നതാണ്. നമുക്കറിയാം, പ്രധാനമായിട്ടും 7 സംഭവങ്ങൾ, അതായത് തൊഴിൽ മേഖലയിലെ ചൂഷണം, തുല്യവേതനം, ലൈംഗിക ചൂഷണം, അതോടൊപ്പം തന്നെ കാസ്റ്റിംഗ് കൗച്ച് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കിയെന്ന വിവാദങ്ങൾ വന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലും വരുത്തിയ കോളിളക്കങ്ങൾ വലുതായിരുന്നു. ഇത് മുന്നിൽ നിർത്തിയാണ് ഇത്തരത്തിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ കോൺക്ലേവിനെതിരെ നായികമാർ വന്നിട്ടുണ്ടായിരുന്നു. WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ കോൺക്ലേവിനെതിരെ ഉണ്ടായിരുന്നു. കാരണം ഇരയാക്കപ്പെട്ടവരും ചൂഷണം ചെയ്തവരും തമ്മിൽ എങ്ങനെയാണ് ഒരു വേദിയിലിരുന്ന് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നത് വലിയ രീതിയിലുള്ള ആശങ്കയായിരുന്നു. അത്തരത്തിൽ വേട്ടക്കാരോടൊപ്പം ഇരുന്ന് ഇത്തരത്തിലുള്ള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്ന ജോലി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു നയം ആദ്യം കൊണ്ടുവന്നിരുന്നു. പിന്നീട് അത് ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുകയും പിന്നീട് അത് കോൺക്ലേവിലേക്ക് അത് എത്തിപ്പെടാമെന്നൊരു ആശയത്തിലേക്ക് എത്തുകയുമായിരുന്നു ചെയ്തത്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇന്നും നാളെയും നടക്കുന്ന പരിപാടിയിൽ ചർച്ചകൾ നടക്കും. പ്രധാന ആശയങ്ങൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തും, പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവരുമെന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. സിനിമാ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ നേരിടാനുള്ള പരിഹാരങ്ങൾ, ഇതൊക്കെ സംവിധായകരും അതായത് ടെക്നിക്കൽ മേഖലകൾ ജോലി ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ അഭിനയ മേഖലയിൽ അതോടൊപ്പം തന്നെ സംവിധാനം, അങ്ങനെ
വിവിധ മേഖലയിലെ പ്രശ്നങ്ങൾ ഇന്ന് ചേരുന്ന സിനിമാ കോൺക്ലേവിൽ ചർച്ചയായി ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. സർക്കാർ ഒരുപക്ഷെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നിയോഗിച്ച കമ്മിറ്റി, ഹേമ കമ്മിറ്റിയിൽ സർക്കാർ എടുത്ത നിലപാട്, സർക്കാർ എടുത്ത അയഞ്ഞ നിലപാടൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഈ വിമർശനങ്ങളിൽ നിന്നൊക്കെ രക്ഷ തേടാനായിട്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു സിനിമ കോൺക്ലേവ് എന്ന ആശയത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ സർക്കാരിനെതിരെ ഒരു രൂക്ഷമായിട്ടുള്ള വിമർശനം, സർക്കാർ എന്തുകൊണ്ട് ഈ റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ മാറ്റി, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് 5 വർഷക്കാലം ഈ റിപ്പോർട്ട് വൈകിപ്പിച്ചു, എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നില്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൃഷ്ണരാജ്. ശരി, സിനിമാ കോൺക്ലേവിന് ഇന്ന് തുടക്കമാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്. ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ ഉൾപ്പെട്ട വിദേശ പൗരന്മാർ രാജ്യാന്തര ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണികളെന്ന് NCB. പ്രതികളെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായം തേടി NCB. മുഖ്യപ്രതി എഡിസൺ ബാബുവിന് ലഹരി എത്തിച്ചത് വിദേശ പൗരന്മാരാണ്. എഡിസന് കൂടുതൽ ഡാർക്ക് വെബ് പോർട്ടലുകളിൽ അക്കൗണ്ടുകൾ ഉള്ളതായും കണ്ടെത്തലുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കർണാകനൊപ്പം ചേർന്നു. ജിജീഷ്, ഈ ഡാർക്കിന്റെ കടുപ്പം കുറച്ച് കൂടുതലാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് ഓരോ വരിയും. കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഡാർക്ക് വെബ് ലഹരിക്കടത്ത് കേസിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കടന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതിൻ്റെ വിദേശ കണ്ണികളുടെ ബന്ധമാണ്. 3 വിദേശികളുടെ ബന്ധം ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുക, കസ്റ്റഡിയിലെടുക്കുക അടക്കമുള്ള നടപടികൾ അതിലേറ്റവും പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇപ്പോൾ ഇന്റർപോളിൻ്റെ കൂടി സഹായം തേടിയിരിക്കുന്നത്. കാരണം 2 ഓസ്ട്രേലിയൻ പൗരന്മാരടക്കം 3 പേരാണ് ഈ ആളുകൾക്ക്, എഡിസൺ ബാബു അടക്കമുള്ളവർക്ക് ലഹരി എത്തിച്ചിരുന്നതും ഒപ്പം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ലഹരി, കടത്തുന്ന ലഹരി അവിടെ വിതരണത്തിന് നൽകുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. മാത്രമല്ല ഈ ഡാർക്ക് വെബ് സൈറ്റുകളിൽ നിരവധി എണ്ണത്തിൽ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ എഡിസൺ ബാബുവിനെ പോലെ തന്നെ ഈ 3 ആളുകളും എന്നതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി മാത്രമായിരിക്കും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക എന്നത് തന്നെയാണ് NCB വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പ്രധാനമായും ഇന്റർപോളിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ എഡിസൺ ബാബുവിന് ഇയാളുടെ പേരിൽ അല്ലെങ്കിൽ ഇയാളുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയിരുന്ന ഡാർക്ക് വെബ് ഗ്രൂപ്പിനൊപ്പം മറ്റു ചില ഡാർക്ക് വെബ് അക്കൗണ്ടുകളിൽ കൂടി ഇയാൾ ഉൾപ്പെട്ടിരുന്നു. അങ്ങനെയും ലഹരി വിൽപ്പന നടത്തി എന്നുകൂടി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം നേരത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഒന്നും തന്നെ മറ്റു ഡാർക്ക് വെബ്സൈറ്റുകളിൽ അക്കൗണ്ടുള്ള വിവരങ്ങൾ ഇയാൾ എഡിസൺ ബാബു അറിയിച്ചിരുന്നില്ല. ചോദ്യം ചെയ്യലിൽ NCBക്ക് മുന്നിൽ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ വിശദമായ അന്വേഷണത്തിലേക്ക് NCB കടക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശങ്ങളിലെ മറ്റു ചില ഡാർക്ക് വെബ്സൈറ്റ് ഗ്രൂപ്പുകളെ പിടികൂടാൻ അതാത് രാജ്യങ്ങളിലെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. തുടർന്ന് അവർ നടത്തിയ അന്വേഷണത്തിലാണ് എഡിസൺ ബാബു അടക്കമുള്ള ആളുകൾക്ക് കൂടി ഇതിലെല്ലാം അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കടക്കുന്നു. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് വിദേശ പൗരന്മാരുടെ പങ്കാളിത്തം പുറത്തു കൊണ്ടുവരുന്നതിനും ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും എല്ലാം തന്നെ ഉള്ള അന്വേഷണം പ്രധാനമായും പുരോഗമിക്കുന്നു. ഇവർക്ക് പണം എത്തിയ വഴികൾ, കടത്തിയ വഴികൾ എന്നിവ കേന്ദ്രീകരിച്ചെല്ലാം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശരി, ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ ഉൾപ്പെട്ട വിദേശ പൗരന്മാർ രാജ്യാന്തര ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണികളെന്ന് NCB കണ്ടെത്തുന്നു. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന ഇരട്ടത്താപ്പ് മറനീക്കി പുറത്തുവരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്ന ആവശ്യത്തോടൊപ്പം നിൽക്കാൻ ഹൈക്കമാൻഡ് നേതൃത്വത്തിനോ ഛത്തീസ്ഗഡിലെ PCCക്കോ താല്പര്യമില്ലാത്തതാണ് കേരളത്തെ നേതൃത്വത്തെ വെട്ടിലാക്കുന്നത്. വിവരങ്ങളുമായി ടിൻഡുദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഇന്നലെ ശ്രീകാന്ത് ഛത്തീസ്ഗഡ് കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രതികരണം ജനം TV-യിലൂടെ പുറത്തുവിട്ടിരുന്നു. അതായത് അവർക്ക് ഒരു പ്രശ്നവുമില്ല, മതപരിവർത്തനമൊക്കെ നിയമപരിധിക്ക് അപ്പുറത്ത് നിന്നാണെങ്കിൽ അതൊക്കെ തടയണം എന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അവിടെയുണ്ട് താനും, അവർക്കിത് ബോധ്യപ്പെടുന്നില്ലല്ലോ. KPCC പ്രസിഡന്റ് വീണ്ടും അങ്ങോട്ടേക്ക് പോകാനിരിക്കുന്നു, അതായത് ഛത്തീസ്ഗഡിലേക്ക് പോകാനിരിക്കുന്നു. ഈ വിഷയത്തിൽ വിദ്വേഷ പ്രചരണം, വ്യാജ പ്രചരണം അഴിച്ചുവിടുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. കേരളത്തിലെ കോൺഗ്രസ് വലിയൊരളവിൽ പ്രതിരോധത്തിലല്ലേ?
തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്ന് നമുക്ക് ആദ്യഘട്ടം മുതൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം ഇത്തരത്തിൽ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തിയ പ്രതിഷേധത്തിലും അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിൽ നിന്നൊക്കെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള എംപിമാർ പങ്കെടുത്തിരുന്നില്ല. അവർ മാറി നിൽക്കുകയായിരുന്നു. അത് പല ഘട്ടങ്ങളിൽ കേരളത്തിലെ BJP നേതാക്കന്മാർ പ്രതികരണം നടത്തുമ്പോൾ അത് പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. 2021 ഈ 4 പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സംഭവം അത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഛത്തീസ്ഗഡ് ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനം ചൂണ്ടിക്കാട്ടി ഒരു 4 പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുന്നതും അത് പിന്നീട് കോടതി ഉൾപ്പെടെ പോകുന്ന ഒരു കേസുമായിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലും സമാനമായ സംഭവത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും തൃശ്ശൂരിൽ അത് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ, അതായത് നിർബന്ധിത മതപരിവർത്തനം പോലുള്ള പ്രശ്നങ്ങൾ ഛത്തീസ്ഗഡിൽ നിരന്തരമായിട്ട് അല്ലെങ്കിൽ നോർത്തിൽ നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് ഇത്തരത്തിൽ കേസാവുകയൊക്കെ ചെയ്തത്. പക്ഷേ ഈ വിഷയത്തിൽ മാത്രം കോൺഗ്രസ് ഒരു നിലപാട് അത് കേരളത്തിലൊരു ഇരട്ടത്താപ്പ് നയമാണ് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് KPCC ആ കാര്യത്തിലെടുക്കുന്ന നയങ്ങൾ, അതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പ്രതിഷേധ പരിപാടികൾ, അതൊക്കെ ഒരു ഘട്ടത്തിൽ പറയുകയാണ് കേരളത്തിലൊരു ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുക. അത് എല്ലാ കാലത്തും ഇത്തരത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളിലൊക്കെ കേരളത്തിലെടുക്കുന്ന തീരുമാനങ്ങളെന്ന് പറയുന്നത് ഹൈക്കമാൻഡുമായിട്ട് വ്യത്യസ്ത അഭിപ്രായത്തിലുള്ള തീരുമാനങ്ങളും അത് പിന്നീട് പാളിപ്പോവുകയും ചെയ്യുകയാണ് അല്ലെങ്കിൽ നടക്കുകയാണ് ചെയ്യുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ഒരു മതവിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു ഇരട്ടത്താപ്പ് നയമാണെന്ന് ഈ ഘട്ടത്തിൽ തന്നെ മറനീക്കി പുറത്തു വരികയാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലേക്ക് ഇത്തരത്തിൽ അവർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നയം പക്ഷേ അത് ഛത്തീസ്ഗഡിലേക്ക് പോകുന്ന സമയത്ത് അതൊരുപക്ഷെ ഈ അനുകൂല അല്ലെങ്കിൽ അവരിലേക്ക് ഈ ഛത്തീസ്ഗഡിലെ ജനങ്ങൾക്കൊപ്പമുള്ള അനുകൂല നയം സ്വീകരിക്കുകയും അത് കേരളത്തിൽ മറച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം BJP പ്രതിനിധികൾ അല്ലെങ്കിൽ BJP നേതാക്കന്മാർ ഉൾപ്പെടെ നൽകിയ പ്രതികരണത്തിൽ അത് അവർ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഏതൊക്കെ ഇടങ്ങളിൽ എന്തൊക്കെ നിലപാടാണ് ഇത്തരത്തിലുള്ള കേസുകൾ, ഇത്തരത്തിലുള്ള ടെററിഫിംഗ് കേസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽ എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന പ്രദേശങ്ങളിലും കോൺഗ്രസ് MPമാർ ഉൾപ്പെടെയും അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയും എങ്ങനെയാണ് ഇതിലെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരളത്തിലെത്തുമ്പോൾ അത് വ്യത്യസ്തമാകുന്നു. കേരളത്തിലെത്തുമ്പോൾ മാത്രം അത് വൈകാരിക സംഭവമായി മാറ്റിയെടുക്കുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി കോൺഗ്രസിൻ്റെ ഉൾത്തട്ടിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ അടിത്തട്ടിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് കന്യാസ്ത്രീമാരുടെ വേഷം തന്നെ ഒരു പ്രചരണ ആയുധമാക്കി എടുത്തുകൊണ്ട് അത് ആ രീതിയിൽ വൈകാരികമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമവും ഒരുപക്ഷേ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം നമുക്കറിയാം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ചിത്രം പുറത്തു വരുന്നത്. കാരണം 2021 2019 ഒക്കെ ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ ഈ ക്രൈസ്തവ അല്ലെങ്കിൽ ഈ പാസ്റ്റർമാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ അത്തരത്തിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ പറയുന്ന പോലെ ഒരുപക്ഷെ ആ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ അവരുടെ വസ്ത്രം, ആ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിലെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലേക്കാണ്. അവരുടെ ഇരട്ടത്താപ്പ് മറനീക്കി പുറത്തു വരുന്നു. ഛത്തീസ്ഗഡ് കോൺഗ്രസിന് ഒരു അഭിപ്രായം, AICCക്ക് ഒരു അഭിപ്രായം, ഇവിടുത്തെ കോൺഗ്രസിന് മറ്റൊരു അഭിപ്രായം. വ്യാജ പ്രചരണം, വിദ്വേഷ പ്രചരണം നടത്താനാണ് കോൺഗ്രസ് ഇപ്പോഴും ശ്രമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടെൻഡുദാസ്. കോതമംഗലത്ത് വിഷം നൽകി ആൺ സുഹൃത്തിനെ കൊന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊലയ്ക്ക് കാരണമായത് സാമ്പത്തിക തർക്കമാണ്. അദീന നൽകിയ കേസ് പിൻവലിക്കാൻ ആൺ സുഹൃത്ത് അൻസിൽ പണം വാഗ്ദാനം ചെയ്തിരുന്നു. ഈ പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലയിൽ കലാശിച്ചത്. കൊലയ്ക്ക് മുൻപ് കൃത്യമായ ആസൂത്രണം നടന്നിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒരിക്കൽ കൂടി ചേരുന്നു. ജിജീഷ്, എന്താണ്? കൃഷ്ണരാജ്, ഈ കോതമംഗലം കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്ന ഘട്ടത്തിലാണ് നിർണായകമായ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ അദീനയെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം വ്യക്തമാകുന്നത്. കാരണം ഈ അൻസിൽ
നേരത്തെ അദീന അൻസിലിനെതിരെ പരാതി നൽകിയിരുന്നു. ആ ഒരു പരാതിയിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഹർജി നൽകുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ കേസ് പിൻവലിക്കാൻ ഇടപെടുകയാണ് എങ്കിൽ തനിക്ക് പണം നൽകാമെന്ന് അൻസിൽ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വാഗ്ദാനം ചെയ്ത പണം നൽകിയില്ല. പകരം താൻ ആ കേസ് പിൻവലിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വാക്കുതർക്കം നിലനിന്നിരുന്നു. ഈ ഒരു സംഭവം നടക്കുമ്പോൾ തിങ്കളാഴ്ചയാണ് അൻസിൽ ഈ വീട്ടിലേക്ക്, അദീനയുടെ വീട്ടിലേക്ക് എത്തുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി എത്തുന്നു. അതിനുശേഷം അവിടെ വെച്ച് വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യമാണ് പ്രധാനമായും അദീന നൽകിയിരിക്കുന്ന മൊഴിയിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല ഇതിൽ അൻസിൽ അവിടെ എത്തുന്ന സമയത്ത് CCTV ദൃശ്യങ്ങളടക്കം അദീന അവിടെ നിന്ന് മാറ്റിയിരുന്നു, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ കട്ട് ചെയ്തിരുന്നു എന്നുകൂടിയാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായി ഈ അദീനയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നൊരു നടപടിക്രമമാണ് ഇനി പ്രധാനമായും പോലീസിന് പൂർത്തിയാക്കാനുള്ളത്. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ ഒരു വിശദമായ ചോദ്യം ചെയ്യൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്താനുമുണ്ട്. അദീന തെളിവ് നശിപ്പിക്കാനാണ്, അൻസലിനെ കൊലപ്പെടുത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ ചില മൊഴികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യ തെളിവുകളുമെല്ലാം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ഇടവേള. സ്നേഹസ്പർശം ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചു. പ്രശസ്ത പിന്നണി ഗായിക ലതിക M. കുമാരി ടീച്ചർക്ക് ആണ് പുരസ്കാരം. യുവ പിന്നണി ഗാനരംഗത്തെ മികവിന് അശ്വതി S. നായർ തെരഞ്ഞെടുക്കപ്പെട്ടു. പുരസ്കാര സമർപ്പണം സ്നേഹസ്പർശം ഫൗണ്ടേഷന്റെ 26ാം വാർഷികാഘോഷ ദിനമായ ഓഗസ്റ്റ് 15-ന് തിരുവനന്തപുരത്ത് നടക്കും. പ്രൗഢഗംഭീരമായ സദസ്സിൽ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സിനിമ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. സമയം 8 മണിയോട് അടുക്കുന്നു. 2 മണിക്കൂർ പുത്തൻ പുലരിക്കായി മാറ്റിവെച്ചത് അവസാനിക്കുന്നു. നിരവധി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്താനായി ഞാൻ 8 മണി എന്നാണ് പറഞ്ഞത്, 9 മണിയോട് അടുക്കുന്നു. ഏതായാലും 2 മണിക്കൂറുകൾക്കൊടുവിൽ എല്ലാ പ്രേക്ഷകരിലേക്കും വ്യത്യസ്തമായ വിവിധ വാർത്തകൾ എത്തിക്കാനായി പുത്തൻ പുലരി പൂർണ്ണമാകുന്നു. നമസ്തേ.